ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിലെടുത്ത് ഡി ആൻഡ് എഫ് അല്ലെ. ഡി ആൻഡ് എഫില് ആദ്യം എടുത്തേക്കുന്ന ആ ടോപ്പിക്കുകളൊക്കെ ഒന്ന് ഓർത്ത് നോക്കാം. ഫസ്റ്റ് എന്തായിരുന്നു? ട്രാൻസിഷൻ എലമെന്റ്. സെക്കൻഡ് ഒന്നേക്കുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടി. തേർഡ് അയഡൈസേഷൻ എൻതാൽപ്പി. ഫോർത്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഫിഫ്ത്ത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെ, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. പിന്നെന്തായിരുന്നു നെക്സ്റ്റ്? സ്റ്റെബിലിറ്റി ഓഫ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. പിന്നെന്തായിരുന്നു? മാഗ്നറ്റിക് പ്രോപ്പർട്ടി. ന്യൂ ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്താണ്. ന്യൂ ഈക്വൽ ടു റൂട്ട് ഓഫ് എൻ ഇൻറ്റു എൻ പ്ലസ് ടു അല്ലെ. ഇത്രയൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത്. ഇന്ന് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പോവാം നമുക്ക് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് എഴുതാം കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കാം. ഫോർമേഷൻ ഓഫ് കളേർഡ് അയോൺ. ഫോർമേഷൻ ഓഫ് colored ion. Next heading, formation of colored ion. Underline ചെയ്യാം. മാഗ്നറ്റിക് പ്രോപ്പർട്ടി പറഞ്ഞു. അവിടെ അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് കാണിക്കുള്ളൂ? മാഗ്നറ്റിക് മൊമെന്റ് കാണിക്കുള്ളൂ അല്ലെ. അതാണ് ഇക്വേഷൻ എഴുതിയത്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ചാപ്റ്ററിൽ ഹെഡിങ്ങിൽ ഈ അൺപെയർഡ് ഇലക്ട്രോൺ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് അല്ലെ. ഓർത്ത് വെക്കാം. അപ്പോ ഹെഡിങ് എഴുതി വെക്കുന്ന ഫോർമേഷൻ ഓഫ് കളേർഡ് അയോൺ ആണ്. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, when an electron കേട്ടോ. ഇപ്പൊ വന്നേക്കുന്ന ആൾക്കാർ വേഗം എടുത്ത് എഴുതുക കേട്ടോ. വേഗം എഴുതുക, ടൈം കളയല്ലേ കേട്ടോ. ഇപ്പൊ വന്നേക്കുന്ന ആൾക്കാർ ഹെഡിങ് ലാസ്റ്റ് ക്ലാസിന്റെ കണ്ടിന്യൂഷൻ ആണ് ഡി ആൻഡ് എഫ്. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഫോർമേഷൻ ഓഫ് കളേർഡ് അയോൺ അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ഫോർമേഷൻ ഓഫ് കളേർഡ് അയോൺ വേഗം എടുത്ത് എഴുതുക. ഹെഡിങ് അതാണ് കേട്ടോ. വേഗം എടുത്ത് എഴുതി ഫോർമേഷൻ ഓഫ് കളേർഡ് അയോൺ. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് എഴുതുന്നത്. when an electron from a lower energy d orbital, when an electron from a lower energy d orbital is excited to, when an electron from lower energy d orbital is excited to higher energy d orbital, higher energy d orbital, comma, the energy of excitation, the energy of excitation correspond to the frequency of light absorbed, correspond to the frequency of light absorbed. The energy of excitation correspond to the frequency of light absorbed. നെക്സ്റ്റ് അടുത്ത ലൈനിൽ ഒരു പോയിന്റ് കൂടി എഴുതണം. The color observed correspond to the complementary the color observed correspond to the complementary color of the light absorbed. The color observed correspond to the complementary color of the light absorbed. ഈ രണ്ട് പോയിന്റിനെയും ഒരുമിച്ച് ഒറ്റ വേർഡിൽ വിളിക്കുന്ന പേര് ഡി ഡി ട്രാൻസിഷൻ കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പോ നമ്മളിപ്പോ എഴുതിയിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ് നമുക്ക് ഒറ്റ ലൈനിൽ പറഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡി ഡി ട്രാൻസിഷൻ കേട്ടോ. ഓർത്ത് നോക്കുക. ഇങ്ങനെ എഴുതണം, ഡി ഡി ട്രാൻസിഷൻ കേട്ടോ. ഓർത്ത് നോക്കുക. ഡി ഡി ട്രാൻസിഷൻ എന്നാണ് ഈ ഇപ്പൊ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഒറ്റ വേർഡിൽ പറയുന്നത് കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പൊ എവിടെയെങ്കിലും ഡി ഡി ട്രാൻസിഷൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്നുള്ളത് ഓർത്ത് വെക്കണം. ഡി ഡി ട്രാൻസിഷൻ. അപ്പോ ഡി ഓർബിറ്റലില് പല ഇലക്ട്രോൺസുകൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് അത് ലോവർ എനർജിയിൽ നിന്ന് ഹയർ എനർജിയിലേക്ക് പോകും. അപ്പോഴാണ് കളർ അബ്സോർബ് ചെയ്യേണ്ടത്.
ഇനി ഓർത്ത് വെക്കേണ്ടത് ഈ കളർ ഉണ്ടാവണമെങ്കിൽ അതിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ വേണം. ഫില്ലായി കഴിഞ്ഞാൽ ഇങ്ങനെ ജമ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ? ഓർത്ത് വെക്കാം. അപ്പോ അൺപെയ്ഡ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ്ലി ഡി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് വരുള്ളൂ? ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കാം. Zn2+ കളർലെസ് വൈ, ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ദെൻ ടൈറ്റാനിയം 2+, ടൈറ്റാനിയം 4+, വിച്ച് ഈസ് കളേർഡ് കോമ്പൗണ്ട് ആൻഡ് വൈ. ഇതൊക്കെയാണ് ഇതിലെ ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. ഓർത്ത് വെക്കുക, ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഒന്ന് എഴുതി വെച്ചു, ഇതിന്റെ താഴെ ഓരോ പോയിന്റ് ആയിട്ട് എഴുതി വെക്കുക. Zn2+ കളർലെസ്, Zn2+ കളർലെസ്, Zn2+ കളർലെസ് കേട്ടോ. ഓർത്ത് വെക്കുക, കോമാന്റെ റീസൺ ആയിട്ട് എഴുതുകയാണ് അല്ലെ. ഇത് കളർലെസ്. അതിന്റെ റീസൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതാ Zn. ഞാൻ പറഞ്ഞു ഇതിൽ നിന്ന് എന്ത് ചോദ്യം ചോദിച്ചാൽ എന്ത് എഴുതണം പറഞ്ഞേക്കുന്നത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ Zn2+ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്: 4s0 3d10, 4s0 3d10. No unpaired electron present in them, so cannot occur dd transition. ഇപ്പൊ എക്സാമിന് എഴുതുമ്പോൾ dd transition മുഴുവൻ എഴുതണം, ആ 2 പോയിന്റ് മനസ്സിലായോ? ഓർത്ത് നോക്കുക, dd transition എന്താണെന്ന് എഴുതിയിട്ട് എന്താണ് അത് മുഴുവൻ എഴുതണം. അപ്പൊ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. Zn+2 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം, കോമ no unpaired electron, no unpaired electron present in them, so cannot occur dd transition. അങ്ങനെ എഴുതാം. എന്നിട്ട് dd transition എന്താണെന്ന് എഴുതി വെക്കണം. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരുന്ന ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത് കേട്ടോ. ഓർത്ത് വെക്കാം. അപ്പോൾ Zn2+ കളർലെസ് വൈ അങ്ങനെയായിരിക്കും ചോദ്യം. അപ്പൊ നമ്മൾ ആദ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ Zn2+ 4s0 3d10, നോ കളർ നോ അൺപെയ്ഡ് ഇലക്ട്രോൺ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതാ എന്നാണ് cannot occur dd transition. ഇനി എഴുതി വെക്കുക അടുത്ത സെക്കൻഡ് ക്വസ്റ്റൻ ആയിട്ട് Ti ടൈറ്റാനിയം 2+ ആൻഡ് ടൈറ്റാനിയം 4+, which is colored compound and why, which is colored compound and why. അടുത്ത ക്വസ്റ്റൻ ആയിട്ട് എഴുതി വെച്ചോ കേട്ടോ. Ti2+, Ti4+ ഉണ്ടാവണം. അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ മാത്രമേ dd ട്രാൻസിഷൻ നടക്കുകയുള്ളൂ. കണ്ടോ? ഓർത്ത് വെക്കുക, അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. Ti2+, Ti4+, which is colored compound and why. എന്റെ ആൻസർ എഴുതുകയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ആൻസർ എഴുതുമ്പോൾ ആദ്യം നിങ്ങൾ ഓർത്ത് വെക്കണം ടൈറ്റാനിയം ആറ്റമിക് നമ്പർ എത്രയാ? സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം അല്ലെ, അങ്ങനെയല്ലേ പഠിപ്പിച്ചേക്കുന്നത്. അപ്പൊ ടൈറ്റാനിയം എന്ന് പറയുമ്പോ എത്രയായിരിക്കും? 22, സ്കാൻഡിയം 21 അല്ലെ, ഓർത്ത് വെക്കാം. അപ്പോ ടൈറ്റാനിയം എന്ന് പറയുമ്പോൾ 22 ആണ്. അങ്ങനെ എഴുതുമ്പോ 4s2 എങ്ങനെ എഴുതും? 3d2. ഇനി ടൈറ്റാനിയം 2+, ടൈറ്റാനിയം 2+ എന്ന് പറയുമ്പോ 4s0 3d2. എന്നിട്ട് ഇതുപോലെ ഇലക്ട്രോൺസ് വരച്ചു വെക്കുക. 2 unpaired electron, 2 unpaired electron, 2 unpaired electron. Unpaired വന്നാൽ എന്ത് വരും? dd ട്രാൻസിഷൻ വരും കേട്ടോ. ഓർത്ത് നോക്കുക, 2 unpaired electron, 2 unpaired electron, എന്ത് എഴുതണം? dd ട്രാൻസിഷൻ ഒക്കെ 2 unpaired electron, dd transition occurs. 2 unpaired electron, dd transition occur and it become colored compound. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, എക്സാമിന് എഴുതുമ്പോൾ ആ dd ട്രാൻസിഷൻ എന്താണെന്ന് മുഴുവൻ എഴുതണം കേട്ടോ. ഓർത്ത് നോക്കാം, dd ട്രാൻസിഷൻ 2 വേർഡ് രീതിയിലല്ലേ, അത് മുഴുവൻ എഴുതണം കേട്ടോ. ഓർത്ത് നോക്കാം, എന്തായിരുന്നു? when an electron absorb energy into the visible region to excited into a higher energy level. കേട്ടോ, ഓർത്ത് നോക്കാം. അതെന്താന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കാനുണ്ട്. ഇനി കോർഡിനേഷൻ കോമ്പൗണ്ട് അല്ലേ, ഓർത്ത് നോക്കാം. കോർഡിനേഷൻ കോമ്പൗണ്ടില് T2G2Eg അല്ലേ, ഓർത്ത് നോക്കാം. അപ്പൊ അത് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, എഴുതിയോ? ഇനി അടുത്ത് കളർലെസ് ആണ്. Ti4+, 4+ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? 4s0 3d0 ഉണ്ടോ? അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടോ? No unpaired electron present in them, so cannot occur dd transition, so it become colorless. കേട്ടോ, ഓർത്ത് വെക്കാം, എഴുതി വെക്കാം കേട്ടോ. ടൈറ്റാനിയം 4+, 4+ എന്ന് പറയുമ്പോൾ എല്ലാ ഇലക്ട്രോണും പോകും. 4s0 3d0. എന്നിട്ട് എന്ത് എഴുതണം? No unpaired electron, it cannot അല്ലേ, it cannot occur dd transition, so it become എന്തായിരിക്കും? കളർലെസ്. ഇത്രേ ഉള്ളൂ കേട്ടോ, ഓർത്ത് നോക്കാം.
അപ്പോ കളറിനും എന്ത് വേണം? അൺപെയ്ഡ് ഇലക്ട്രോൺ വേണം അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു 11 ടോപ്പിക്കില് ഒരു 6 ടോപ്പിക് എങ്കിലും 6-7 ടോപ്പിക് എങ്കിലും ഏകദേശം എന്തുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും? അൺപെയ്ഡ് ഇലക്ട്രോൺ ആയിട്ടായിരിക്കും ഇതിന്റെ വരുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ കണ്ടമാനം ടൈപ്പ് ഓഫ് അവരുണ്ടാക്കും. പക്ഷെ ആൻസർ എന്ന് പറയുമ്പോൾ ഈ ചെറിയൊരു വേർഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും നമുക്ക് കേട്ടോ. ഓർത്ത് നോക്കുക, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഹെഡിങ് എഴുതി വെക്കുക. ഫോർമേഷൻ ഓഫ് എ കോംപ്ലക്സ് കോമ്പൗണ്ട്. 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 പോയിന്റ് എഴുതിയിട്ട് എന്താന്നൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഓർത്തു നോക്കുക. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക. ദ ട്രാൻസിഷൻ മെറ്റൽ ഫോം, ദ ട്രാൻസിഷൻ മെറ്റൽ ഫോം, the transition metal form a large number of transition metal form large number of complex compounds. Large number of complex compounds. Full stop. This is due to the comparatively smaller size of the metal ion. This is due to the comparatively smaller size of the metal ion, comma, their high ionic charge. Their high ionic, ionic, ionic charge, and the availability of d orbitals, availability of d orbital for bond formation. Bond, bond, bond formation. The transition metal form large number of complex compounds. This is due to the comparatively smaller size. The smaller size underline ചെയ്തേ. Smaller size. അത് കഴിഞ്ഞിട്ട് അയണിക് ചാർജ്, ഹൈ അയണിക് ചാർജ്. രണ്ടാമത്തെ വേർഡ് ഹൈ അയണിക് ചാർജ്. മൂന്നാമത്തെ വേർഡ് അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽ. ഈ 3 വേർഡ് കിട്ടണം കേട്ടോ. ഓർത്ത് നോക്കാം. അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽ. എന്നിട്ട് അലൻ എന്ത് പറഞ്ഞു? ശരിയാ. കിട്ടിയാ എന്നിട്ട് അസോർഡൈറ്റ് ടെസ്റ്റ്? അസോർഡൈറ്റ് ടെസ്റ്റ് കിട്ടിയാ? അസോർഡൈറ്റ് ടെസ്റ്റ് എന്തായിരുന്നു ഓർമ്മയുണ്ടോ? Aniline react with the diazonium salt to form dash. Aniline react with the diazonium salt to form dash. ഇത് കിട്ടും. എന്തിടെ കിട്ടും? കപ്ലിംഗ് റിയാക്ഷൻ. അതാ. അപ്പൊ എന്ത് കിട്ടും? കപ്ലിംഗ് റിയാക്ഷൻ. യെല്ലോ ഡൈ. വെരി ഗുഡ്. കണ്ടോ? ഫിനോൾ റിയാക്ട് വിത്ത് ഡൈസോണിയം സോൾട്ട് ടു ഫോം ഓറഞ്ച് ഡൈ. കേട്ടോ? ഇനി അതല്ല, ഇതല്ലാതെ തന്നെ നിങ്ങൾക്ക് എവിടെ പഠിക്കാനുണ്ട്? പ്രാക്ടിക്കലില് ഓർഗാനിക്കിൽ പഠിക്കാനല്ലേ? ഓർഗാനിക് സോൾട്ടിലും പഠിക്കാനുണ്ട് കേട്ടോ. 2 സ്ഥലത്തും കിടപ്പുണ്ട് കേട്ടോ. അപ്പോ ഇപ്പൊ എഴുതിയിരിക്കുന്നത് കോംപ്ലക്സ് കോമ്പൗണ്ട്. കോംപ്ലക്സ് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് കോർഡിനേഷൻ കോമ്പൗണ്ടുകളാണ്. കോർഡിനേഷൻ കോമ്പൗണ്ടിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇതിലുള്ള ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. Mn, NH3 6 ടൈം എന്നിട്ട് ഇതിങ്ങനെ ഒരു ബോക്സിലൊക്കെ ആക്കി വെക്കും. ഇതിന്റെ മീനിങ് നോക്കിയാൽ ഒരു മാംഗനീസ് അതിലേക്ക് എത്ര NH3 വരുന്നുണ്ട്? 6 NH3 വരുന്നുണ്ട്. അതിനിങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നുണ്ട്.
അപ്പൊ ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്ന ഈ ടൈപ്പ് ഓഫ് കോമ്പൗണ്ടുകളാണ് വരുന്ന അടുത്ത ചാപ്റ്റർ ആണ്. അപ്പോ അത് ഡി വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാം. അപ്പൊ ഡിക്ക് എന്തുകൊണ്ട് വാട്ട് ഇസ് എന്താണ് പർപ്പസ്, പർപ്പസ് അല്ല അതിന്റെ റീസൺ പറയുമ്പോൾ ഈ മാംഗനീസ് എന്ന് പറയുന്നത് ട്രാൻസിഷൻ ആണ്. അതിന് എന്താണ് സ്മോൾ സൈസ് ആണ് അല്ലെ, എന്താണ് സ്മോൾ സൈസ്. പിന്നെന്തായിരുന്നു രണ്ടാമത്തെ പോയിന്റ്, ഹൈ അയോണിക് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ +2 ആകാം, +4 ആകാം, +7 വരെ ആകാം മാംഗനീസിന് കേട്ടോ. ഹൈ അയോണിക് ചാർജ്. തേർഡ് എന്തായിരുന്നു അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽ. വലിയ ഡി ഓർബിറ്റൽ ആവുമ്പോൾ അതില് എന്താണ് ഈ സ്പേസിലേക്ക് ഒക്യുപ്പ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഈ 3 റീസൺ കൊണ്ടാണ് കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. അതാണ് അതിന്റെ മീനിങ് കേട്ടോ. ഓർത്ത് നോക്കാം. മീനിങ് എന്തായിരുന്നു? 3 പോയിന്റ് ഏതൊക്കെയായിരുന്നു എന്ന് പറഞ്ഞേ. സ്മോൾ സൈസ് കേട്ടോ. സൈസ് നമ്മൾ പഠിച്ചല്ലേ പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റ് ടു റൈറ്റ് സൈസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും അല്ലെ. സോഡിയത്തിനൊക്കെ സൈസ് നല്ല വലുതായിരിക്കും അല്ലെ. അത് കഴിഞ്ഞിട്ട് ഡിയിലെത്തുമ്പോൾ എന്ത് പറ്റും? സൈസ് കുറയും കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ സ്മോൾ സൈസ്, ഹൈ അയണിക് ചാർജ്, അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽ. ഇങ്ങനെ പഠിക്കണം കേട്ടോ. ഓർത്ത് നോക്കുക കോർഡിനേഷൻ കോമ്പൗണ്ട്. അടുത്ത ഹെഡിങ് എഴുതി വെക്കുക കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് കാറ്റലിറ്റിക് പ്രോപ്പർട്ടി. നെക്സ്റ്റ് ഹെഡിങ് കാറ്റലിറ്റിക് പ്രോപ്പർട്ടീസ്. നമ്പർ ഇടണം കേട്ടോ, എത്രാമത്തെ ഹെഡിങ് ആണെന്നുള്ളത് കിട്ടണം. കാറ്റലിറ്റിക് പ്രോപ്പർട്ടി എല്ലാവർക്കും കൊണ്ട് പറയിപ്പിക്കും കേട്ടോ. ഈ ചാപ്റ്റർ മുതൽ റിവിഷൻ ആണെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിലെടുത്ത് ഹെഡിങ്സുകൾ പറയണം, അതിന്റെ ഒരു പോയിന്റ് പറയണം. അത്ര ഉള്ള പരിപാടി കേട്ടോ. വേഗം തീരും. കാറ്റലിസ്റ്റിക് പ്രോപ്പർട്ടി. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞ നമ്മൾ പഠിച്ചു, ബയോമോളിക്യൂളിൽ പഠിച്ചു. എന്തായിരുന്നു കാറ്റലിസ്റ്റ്? എൻസൈമിലൊക്കെ പറഞ്ഞു അല്ലെ. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൾട്ടർ ദ റിലേറ്റീവ് പാത്ത് എന്നൊക്കെ പറയും. പിന്നെന്താണ്? റേറ്റ് ഇൻക്രീസ് ചെയ്യും, സ്പീഡ് ഓഫ് റിയാക്ഷൻ കൂടും അല്ലെ. ഓർത്ത് നോക്കാം. കാറ്റലിസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എവിടെയാ പഠിച്ചത് നമ്മള്? കാറ്റലിസ്റ്റ് എന്നുള്ള ഹെഡിങ് ആക്കി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത് കെമിക്കൽ കൈനറ്റിക്സ്. ഓർത്ത് നോക്കാം. അവിടെയാണ് ഗ്രാഫ് ഒക്കെ വരച്ചത്, അവിടെയാണ് പാത്തൊക്കെ കുറച്ചേക്കുന്നത്. ഓർത്ത് നോക്കാം. അപ്പൊ നമ്മൾ അവിടെ പഠിച്ചേക്കുന്നതാണ് വരുന്നത്. അപ്പൊ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ത് ചെയ്യും? സ്പീഡ് ആക്കുന്ന ആളെയാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി ആക്ടിവേഷൻ എനർജി അത് എന്ത് ചെയ്യും? കുറയ്ക്കും. ആക്ടിവേഷൻ എനർജി കുറയ്ക്കും. അപ്പോ ഈ പറയുന്നത് ഈ ഡി ബ്ലോക്കിലാണ് കൂടുതൽ കാറ്റലിസ്റ്റ് ഉള്ളത്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് 10th ഹൈഡ്രജനേഷൻ. ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നതിന് എന്താ? റിഡക്ഷൻ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റിന്റെ പേര് പറഞ്ഞു. റിഡക്ഷൻ ഓർഗാനിക് കെമിസ്ട്രിയിൽ മുഴുവൻ പറയുന്നല്ലേ. ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ്. പിന്നെന്തായിരുന്നു? നിക്കൽ. അതെവിടെയാ? ഇവിടെയാണ്. പലേഡിയം, പ്ലാറ്റിനം, അതൊക്കെ എവിടെയാ? ഡി ആൻഡ് എഫ് ആണ്. കണ്ടോ? ഓർത്ത് വെക്കാം. ഇനി ഹേബർ പ്രോസസ് എന്ന് പറയുന്ന അമോണിയയുടെ പ്രിപ്പറേഷൻ നമ്മൾ 11th ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ലേചാർഡിയർ പ്രിൻസിപ്പിൾ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അവിടെയാണ് ഹേബർ പ്രോസസ്. N2+3H2 gives 2NH3. അവിടെ ഉപയോഗിച്ച കാറ്റലിസ്റ്റ് അയേൺ, Fe. അവിടെ ഓർത്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ കോണ്ടാക്ട് പ്രോസസ് ഒക്കെ ഉണ്ട്. അവിടെ ഉപയോഗിക്കുന്ന വനേഡിയം. ഏത് ചാപ്റ്ററിലുള്ള? ഇവിടെയാണ് വനേഡിയം പെന്റോക്സൈഡ്. അപ്പൊ ഈ പറയുന്ന കാറ്റലിസ്റ്റ് എല്ലാം ഡി ആണ്. വൈ? എന്തുകൊണ്ട് ഇവിടെ ഫോം ചെയ്തു? അപ്പൊ അതിൽ പറയുന്ന ആദ്യത്തെ വേർഡ് അഡോപ്റ്റ് മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറ്റും, അതുകൊണ്ട് ആ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ട്. രണ്ടാമത്തത് ആ ആക്ടിവേഷൻ എനർജിയിൽ ഓവർ ചെയ്യുന്ന പോയിന്റാണ് പറയുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. ഈ 2 പോയിന്റ്സ് ആണ് ഇവിടെ നമുക്ക് എടുത്ത് എഴുതാനുള്ളത്. കുറച്ച് എക്സാമ്പിൾ കേട്ടോ. ഓർത്ത് നോക്കാം. എഴുതി വെച്ചു. കാറ്റലിസ്റ്റിക് പ്രോപ്പർട്ടി ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. Catalytic property of transition element. Catalytic properties of transition element due to transition. Catalytic properties of transition element is due to their ability to adopt adopt multiple oxidation state. Ability to adopt multiple oxidation state. Second point എഴുതി വെക്കാം. Catalyst at a solid surface. Catalyst at a solid surface. Catalyst at a solid surface involve
the formation of bonds between reactant molecule and atom of the surface of the catalyst. Catalyst at a solid surface involve the formation of bonds between reactant molecule and atom of the surface of the catalyst. Bracket എഴുതി വെക്കുക. Activation energy lowering. അതിന്റെ റീസൺ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ റൂമിൽ ഒരു ഗ്യാസ് ചേംബർ ആണെന്ന് കരുതാം. ഇതിലേക്ക് N2 and H2 നൈട്രജനും ഹൈഡ്രജനും ഈ റൂമിൽ രണ്ട് സ്ഥലത്തു നിന്ന് ഇങ്ങനെ പമ്പ് ചെയ്ത് ഇവിടെ മുഴുവനും N2 ഉം H2 ആണ്. ഈ N2 ഉം H2 ഉം ഇവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ അവർ തമ്മിൽ യാതൊരു രീതിയിലും റിയാക്ട് ചെയ്യില്ല. N2 H2 ഇങ്ങനെ ഡിഫ്യൂസ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. റിയാക്ഷൻ ഒന്നും നടക്കത്തില്ല. അതിന് പകരം ഈ വലിയ ഇത്രയും ആയിട്ടുള്ള ഈ ഗ്യാസ് ചേംബറിൽ ഞാൻ മിഡിൽ ഈ ഒരു റോഡ് കണ്ടോ, അതൊരു അയൺ റോഡ് അങ്ങ് വെച്ചേക്കുന്നത്. അയണിന്റെ സർഫസിൽ പോയി N2 ജോയിൻ ചെയ്യും. അയണിന്റെ സർഫസിൽ പോയിട്ട് N2 എന്ത് ചെയ്യും? ജോയിൻ ചെയ്യും. N2 ജോയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ സർഫസിൽ പിടിച്ചു നിൽക്കുക മാത്രമാണ് ആക്ച്വലി വരുന്നത് കേട്ടോ, അല്ലാതെ അതിന്റെ ഉള്ളിലേക്കൊന്നും പോകത്തില്ല. എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പശ വെച്ച് ഇത് ഒട്ടിച്ചു എന്ന് കരുതി ഇത് ചുമരായി മാറുമോ? ഇല്ല. ഇത് അതിന്റെ സർഫസിൽ നിൽക്കുന്നതാണ്. അതിന് അഡ്സോപ്ഷൻ എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? അഡ്സോപ്ഷൻ. ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, ആ ചാപ്റ്റർ വളരെ ഡീറ്റെയിൽ ആണ്. അപ്പൊ എന്ത് ചെയ്യും? N2 ഉം H2 ഉം എവിടെ പോയി ജോയിൻ ചെയ്യും? ഈ പറയുന്ന ഈ അയണിന്റെ ബാറിൽ വന്ന് ജോയിൻ ചെയ്യും. അയണിന്റെ ബാറിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ N2 അല്ലേ, ആ എന്നും എന്നും തമ്മിലുള്ള രണ്ടെണ്ണം അല്ലേ, ആ എന്നും തമ്മിലുള്ള ബോണ്ട് അങ്ങ് വീക്ക് ആവും. എന്നിട്ട് അവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടാവും അല്ലെ. ഇവിടെ തന്നെ ഹൈഡ്രജനും നൈട്രജനും ഈ അയൺ ബാറുമേ ആയിരിക്കും ചോദിക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് NH3 ഉണ്ടാവുക. അപ്പോ ഈ പറയുന്ന ഈ ഇത്രയും വലിയ നമ്മൾ ഈ ക്ലാസ് റൂമിന്റെ അത്രയുള്ള ഒരു ഗ്യാസ് ചേംബർ ആണെങ്കിലും റിയാക്ഷൻ നടക്കുന്നത് എവിടെയായിരിക്കും? NH3 ആയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അയൺ പറയും പൊക്കോ, ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോ എന്ന് പറയും. മനസ്സിലായി? അപ്പൊ തന്നെ താഴേക്ക് പോകും. മനസ്സിലായി? അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് വരും. അപ്പൊ N2 H2 ജോയിൻ ചെയ്യുന്നു. NH3 ആയപ്പോ തന്നെ എന്ത് പറ്റും? അവിടെ നിന്ന് ഡിസറ്റാച്ച് ചെയ്ത് താഴേക്ക് പോകും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടാണ്, അങ്ങനെയാ കാറ്റലിസ്റ്റ് ആയിട്ട് നടക്കുന്നത്. അപ്പൊ ഇവിടെ വന്ന അറ്റാച്ച് ചെയ്യുന്ന ആ പൊസിഷനിലാണ് ആക്ടിവേഷൻ എനർജി ലോവർ ചെയ്യുന്നത്. അതാണ് ആ രണ്ടാമത്തെ പോയിന്റ് മീനിങ്. ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? അഡോപ്റ്റ് മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതിന്റെ മീനിങ് എന്താ? മാംഗനീസിന് തന്നെ ഒരെണ്ണമാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളത്. +2, +3, +4, +5 അങ്ങനെയൊക്കെ ഉണ്ട്. അയൺ അല്ലെ, അയണൊക്കെ എന്താ? +2 ഉണ്ട്, +3 ഉണ്ട്, +4 ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് ആദ്യത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ ആക്ടിവേഷൻ എനർജി ലോവറിങ്. മൂന്നാമത്തെ എക്സാമ്പിൾ ആണ് കേട്ടോ. എക്സാമ്പിൾ എഴുതി വെക്കുക കേട്ടോ. ഏതാ? അയൺ എന്നല്ല, ഒരു കാറ്റലിസ്റ്റിന് ഒരു പെർട്ടിക്കുലർ റിയാക്ടന്റ് ആയിരിക്കും. അതിന് കീ ലോക്ക് മെത്തേഡ് എന്നാ പറയാം. എന്റെ വീടിന്റെ കീ, എന്റെ വീടിന്റെ കീ കൊണ്ട് ലോക്ക് ചെയ്യാൻ പറ്റില്ല. വായി എന്തായാലും കീ അല്ലേ, അതുപോലെയാണ് ആക്ച്വലി എന്ന് പറഞ്ഞാൽ അയണിന്റെ ആ ഉള്ളിലുള്ള സ്ട്രക്ചർ അതിന് സ്യൂട്ടബിൾ ആണ്. അപ്പൊ എല്ലാത്തിനും പറ്റുമോ? ഇല്ല. കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? സ്പെസിഫിക് എന്ന് പറയും. എന്താ വിളിക്കുന്നത്? ഹൈലി സ്പെസിഫിക്. അപ്പൊ ചിലതിന് മാത്രമാണ് ചില കാറ്റലിസ്റ്റ് പറ്റുള്ളൂ. ഓരോ റിയാക്ഷന്റെയും കാറ്റലിസ്റ്റ് നമ്മൾ ഇട്ടിട്ട് നോക്കി അവർ കണ്ടെത്തിയേക്കുന്നതാണ് ആക്ച്വലി വരുന്നത്. എങ്കിൽ മാത്രം സ്പീഡപ്പ് ആവുള്ളൂ റിയാക്ഷൻ, അല്ലെങ്കിൽ എന്താവില്ല? സ്പീഡ് ആവില്ല കേട്ടോ. ഓർത്തോ, കാറ്റലിസ്റ്റിന്റെ ഡ്യൂട്ടി എന്താ? സ്പീഡ് കൂട്ടുക എന്നുള്ളതാണ്. അതിന്റെ മെത്തേഡും ശരിക്കും കീലോക്ക് മെത്തേഡാണ്. കീലോക്ക് അങ്ങനെ തന്നെ അപ്പൊ ഇടും കേട്ടോ. ഓർത്ത് വെക്കാം. അപ്പൊ കീലോക്ക് മെത്തേഡ് എന്ന് പറയാൻ കാരണം എന്താ? ഒരു കാറ്റലിസ്റ്റ് ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ അങ്ങനെ പറ്റുള്ളൂ കേട്ടോ. ഓർത്ത് വെക്കാം. ഇല്ല, വാട്ടർ ആവാത്തത്. വാട്ടർ ആവണമെങ്കിൽ എന്ത് വേണം? കാറ്റലിസ്റ്റ് വേണം. പിന്നെ അതുപോലെ തന്നെ അതിന്റെ റിയാക്ഷൻ കെമിക്കൽ എനർജി വേണം അല്ലെ, എങ്കിൽ മാത്രം അതാവുള്ളൂ, അല്ലെങ്കിൽ ആവില്ല. അല്ലെങ്കിൽ ഹൈഡ്രജനും ഒക്കെ ഇവിടെ അല്ലെ, നൈട്രജൻ ഓക്സിജൻ ഉണ്ട്, അവരൊക്കെ ആയിട്ട് ഒന്നും റിയാക്ട് ചെയ്യില്ല കേട്ടോ. അതിന്റെ കാരണം അതാണ് കേട്ടോ. അപ്പോ ഇല്ല, ഓരോന്ന് ഓരോ കാറ്റലിസ്റ്റ്. മനസ്സിലായി? അതാര് കണ്ടെത്തുന്ന? നമ്മൾ കണ്ടെത്തുന്ന എക്സ്പെരിമെന്റ് ചെയ്തിട്ടേ, പുതിയ ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്ത് അല്ലെ, ഏതെങ്കിലും ഒരു കാലത്ത് ഒരു സയന്റിസ്റ്റ് കണ്ടെത്തി അങ്ങനെ വെച്ചു. അപ്പൊ അത് ഓക്കെ ആയി ഉണ്ടോ, അങ്ങനെ പോവുക.
ദെൻ എക്സാമ്പിൾ ഉണ്ട് കേട്ടോ, നമുക്ക് കോണ്ടാക്ട് പ്രോസസ്സിന്റെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഹേബർ പ്രോസസ് കേട്ടോ. ഓർത്ത് നോക്കുക കോണ്ടാക്ട് പ്രോസസ് കേട്ടോ, ഓർത്ത് നോക്കുക കോണ്ടാക്ട് പ്രോസസ്. എക്സാമ്പിൾ CONT കേട്ടോ, ഓർത്ത് നോക്കുക കോണ്ടാക്ട് പ്രോസസ് ഹൈഫൺ. അതെന്താന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആണ്. കോണ്ടാക്ട് പ്രോസസ് ഹൈഫൺ പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്, താഴെ കാറ്റലിസ്റ്റ്, അതിന്റെ കാറ്റലിസ്റ്റ് ആണ്. അപ്പൊ കോണ്ടാക്ട് പ്രോസസ് യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് വനേഡിയം പെന്റോക്സൈഡ് V2O5, വനേഡിയം പെന്റോക്സൈഡ് V2O5, വനേഡിയം പെന്റോക്സൈഡ് V2O5. അടുത്ത ഹേബർ പ്രോസസ്, ഹേബർ പ്രോസസ് ഹൈഫൺ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ. ഹേബർ പ്രോസസ് എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ ആണ്. അയൺ ആണ് കാറ്റലിസ്റ്റ് കേട്ടോ, അയൺ. എഴുതാം കേട്ടോ, ഹേബർ പ്രോസസ് H ആണ് കേട്ടോ. ഹേബർ പ്രോസസ് പ്രിപ്പറേഷൻ ഓഫ് അമോണിയ, അയൺ കാറ്റലിസ്റ്റ് അയൺ. ഹേബർ പ്രോസസ് എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ ആണ്. അതിൽ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് അയൺ, അയൺ ഓർ അയൺ ഓക്സൈഡ് എന്ന് പറയും കേട്ടോ, ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കാം കേട്ടോ. കാറ്റലിസ്റ്റിക് പ്രോപ്പർട്ടി കഴിഞ്ഞു. അടുത്ത ഹെഡിങ് ഫോർമേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ട്. ഫോർമേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ട്. ഫോർമേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ട്. ഫോർമേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ട് അണ്ടർലൈൻ ചെയ്യാം. അതിന്റെ ഡെഫിനിഷൻ എഴുതാം. അത് കഴിഞ്ഞിട്ട് 2 പോയിന്റ് ഉണ്ട്. ഫസ്റ്റ് എഴുതി അതിന്റെ ഡെഫിനിഷൻ. ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ട് ആർ ദോസ്, ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ട് ആർ ദോസ്, ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ട് ആർ ദോസ് which are formed, industrial compound are those which are formed when small atom like, when small atom like, industrial compound are those which are formed when small atoms like hydrogen, carbon or nitrogen, hydrogen, carbon or nitrogen are trapped inside the crystal lattice, are trapped inside the crystal lattice of metal. Lattice, LATTICES, crystal lattice of metal. Hydrogen, carbon or nitrogen are trapped inside the crystal lattice of metal. Example, Fe3H. Example, Fe3H. TiH 1.7. ഇവിടെ ശ്രദ്ധിക്കുക, ഇങ്ങനെ ഫ്രാക്ഷൻ കണ്ടപ്പോൾ തന്നെ ഈ കോമ്പൗണ്ട് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. മനസ്സിലായി? ഇപ്പൊ ഇവിടെ H സാധാരണ നമ്മൾ അങ്ങനെ എഴുതാറുണ്ടോ? ഇല്ല. ഇതുപോലെ ഒരു ഫ്രാക്ഷൻ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ 1.7 അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പോയിന്റ് വെച്ചിട്ട് അല്ലെങ്കിൽ 0.07 അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതെന്തായിട്ട് ഓർത്ത് വെച്ചേക്കണം? ഇൻഡസ്ട്രിയലാണ് കേട്ടോ. അങ്ങനെ ചോദിക്കാറുണ്ട്. വാട്ട് യു മീൻ ദിസ്? ഇത് ചോദിക്കും, ഇത് തരും, എന്നിട്ട് ഇതിന്റെ മീനിങ് എന്താണെന്ന് ചോദിക്കും. അപ്പൊ തന്നെ ട്രാൻസിഷനിലൂടെ ഡെഫിനേഷൻ ഒക്കെ എഴുതാം. മനസ്സിലായി? ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ വെറൈറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ക്വസ്റ്റ്യൻ ഏത് രീതിയിലും ഇതിലല്ലാതെ വേറെ ഏത് എലമെന്റ് ആണെങ്കിലും ഒരു ഫ്രാക്ഷൻ നമ്പർ കണ്ടമാനം ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ കണ്ടാൽ അത് ട്രാൻസിഷൻ എലമെന്റ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കണം. ഇനി ഇതിന്റെ മീനിങ് ഒന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കുറച്ചും കൂടി പോയിന്റ് ഓർത്ത് വെക്കാം. ഇപ്പൊ ഇത് ഇവിടെ എന്റെ കയ്യിൽ കുറച്ച് ഗോൾഡ് ഇരിക്കുന്നു. ഇമാജിൻ ചെയ്ത് ഗോൾഡ് ഞാനത് പിടിച്ച് മെൽറ്റ് ആക്കുകയാണ് ആക്ച്വലി, അല്ലെ? ഇങ്ങനെ മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മെൽറ്റ് ചെയ്യണ സമയത്ത് ഈ അറ്റ്മോസ്ഫിയറിൽ ആരൊക്കെ ഉണ്ട്? നൈട്രജൻ, ഓക്സിജൻ, അല്ലെ? അങ്ങനെയുണ്ട്. അങ്ങനെ ഈ മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നൈട്രജൻ ഇതിലുള്ള ട്രാപ്പായി പോയി. കുറച്ച് പാവം പോകാൻ പറഞ്ഞതാണ്, കേട്ടില്ല, അതിന്റെ ഇടയിൽ ഒന്ന് വീണു, അല്ലെ? അതിനെ അത് സോളിഡായി. നൈട്രജൻ റിയാക്ട് ചെയ്യൂ?
ഗോൾഡായിട്ട് റിയാക്ട് ചെയ്യും? ഇല്ല. 1, 2, 3 നൈട്രജൻ ഇതിന്റെ ഉള്ളിൽ നിന്നിട്ട് തൂക്കി കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. മനസ്സിലായി? അപ്പോൾ അവിടെ ആ വേർഡ് ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുക. ട്രാപ്ഡ് ഇൻസൈഡ് ദ ക്രിസ്റ്റൽ ലാറ്റിസ്. ട്രാപ്പ് എന്നാണ് പറഞ്ഞേക്കുന്നത്, അല്ലാതെ റിയാക്ട് ചെയ്യോ? ഇല്ല. അതിനുള്ളിൽ ചെറിയ മോളിക്യൂൾസ് ട്രാപ്പ് ആവും ഇൻസൈഡ് ദ ക്രിസ്റ്റൽ ലാറ്റിസ്. ലാറ്റിസ് എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷണൽ സ്പേസ് എന്നാണ്. ലാറ്റിസിന്റെ മീനിങ് എന്താ? 3D, 3 ഡയമെൻഷണൽ സ്പേസ്. ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ നേച്ചറിന് ഡെഫിനിറ്റ് ആയിട്ടുള്ള ജോമെട്രി ഉണ്ടാവും. അതുകൊണ്ടാണ് ക്രിസ്റ്റൽ എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത്. ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് 2 ടൈപ്പ് സോളിഡ്സ് ഉണ്ട്, അമോർഫസ് ആൻഡ് ക്രിസ്റ്റലൈൻ. എന്തൊക്കെയുണ്ട്? അമോർഫസ് ആൻഡ് ക്രിസ്റ്റലൈൻ. ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ് ജോമെട്രി, ഉള്ളിൽ കൃത്യം കറക്റ്റ് ആയിട്ട് ഓർഡറിലായിരിക്കും വരുന്നത്. കേട്ടോ, ഓർത്ത് നോക്കാം. ഈ ബിൽഡിംഗ് പണിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ കട്ട് അല്ലെ, ഈ ബ്രിക്സ് അല്ലേ വെക്കുന്നത്? ബ്രിക്സ് നിങ്ങൾക്ക് തോന്നിയ പോലെയാണോ? ഒരെണ്ണം ഇങ്ങനെ വെച്ചു, പിന്നെ ഒരെണ്ണം തൂങ്ങി, ഒരെണ്ണം പുറത്തുകൂടി ചാടി, അങ്ങനെയാണ് ഇരിക്കുന്നത്. അങ്ങനെ വെച്ചാൽ എന്ത് പറ്റും? അതിന് സ്ട്രെങ്ത് ഉണ്ടാവില്ല അല്ലെ? ഓർത്ത് നോക്കാം. അപ്പൊ സ്ട്രെങ്ത് കൂട്ടണമെങ്കിൽ എന്ത് വേണം? കറക്റ്റ് പ്രോപ്പർ ജോമെട്രി ആയിരിക്കണം. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ക്രിസ്റ്റലൈൻ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറില് കേട്ടോ എല്ലാ മെറ്റലും ക്രിസ്റ്റലൈൻ ആണ്. ലോകത്തിലുള്ള എല്ലാ മെറ്റലും എന്താണ്? ക്രിസ്റ്റലൈൻ ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും? സ്പെസിഫിക് ജോമെട്രി. ഒരു ചാപ്റ്റർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാണ് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു നമ്മുടെ കെമിസ്ട്രിയിലെ. ആദ്യത്തെ ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? സോളിഡ് സ്റ്റേറ്റ്. അത് ഡിലീറ്റ് ആയി പോയി കേട്ടോ. അതിൽ ഭയങ്കര വലിയ ഒരു ഏരിയ ആണ് അത്. അപ്പൊ ക്രിസ്റ്റലാറ്റിസ് വെച്ചിട്ട് നമുക്ക് അതിൽ തന്നെ കുറേ ടൈപ്പ് ഉണ്ട്. ബോഡീസിന്റെ BCC, FCC എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എനിവേ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ലാറ്റിസ് എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷനിൽ ആണ്. അതിനുള്ളിൽ ചെറിയ മോളിക്യൂൾ ട്രാപ്പ് ആയി പോയി. അങ്ങനെ വന്നാൽ അതിനെന്ത് വിളിക്കും? ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ട്. ഡെഫിനിഷൻ ഇപ്പൊ തന്നെ പഠിച്ചു പോകണം കേട്ടോ, ഓർത്ത് നോക്കുക. സ്മോൾ മോളിക്യൂൾ ലൈക്ക് ആരൊക്കെയാ? ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ ട്രാപ്ഡ് ഇൻസൈഡ് ദ ക്രിസ്റ്റൽ ലാറ്റിസ്. ഓർത്ത് നോക്കുക. ഇനി ഇത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിന്റെ പ്രോപ്പർട്ടിയിൽ വ്യത്യാസം വരും. അതാണ് അടുത്ത പോയിന്റ് എഴുതാൻ പോകുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. നെക്സ്റ്റ് ലൈനിൽ എഴുതി വെക്കാം. അടുത്ത ഇതായിട്ട് എഴുതി വെക്കുക. ഫോർമേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ടില് അടുത്ത പോയിന്റ് ആയിട്ട് എഴുതി വെക്കുക. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ characteristics of industrial compound. Physical and chemical characteristics of industrial compound. എന്നിട്ട് താഴെ 1, 2, 3 1 by ആയിട്ട് ഓരോന്നായിട്ട് എഴുതാം. ഫസ്റ്റ് പോയിന്റ്, they have high melting point. They have high melting point. They have high melting point. Next, അടുത്ത ലൈനിൽ എഴുതി വെക്കുക. They are very hard. They are very hard. They are very hard. First point, they have high melting point. Second point, they are very hard. Third എഴുതി വെക്കുക. They retain metallic conductivity. They retain metallic conductivity. They retain metallic conductivity. Fourth point എഴുതി വെക്കുക. They are chemically inert. Metallic conductivity. Metallic conductivity. Conductivity ഓർമ്മയില്ലേ കാപ്പ? Fourth point, they are chemically inert. Fourth point, they are chemically inert. They are chemically inert. Industrial compound chemical features ആണ് കേട്ടോ, ഓർത്ത് വെക്കാം. Characteristics ആണ്. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കാം. Alloy formation. Alloy formation. Alloy formation. അത് കഴിഞ്ഞു, ഇൻഡസ്ട്രിയൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഇനി അടുത്തത് അലോയ് ഫോർമേഷൻ. അടുത്ത ഹെഡിങ് കേട്ടോ, അലോയ് ഫോർമേഷൻ. അലോയ് നമ്മൾ ചെറുപ്പത്തിലെ പണ്ട് പഠിച്ചാക്കില്ലേ? എന്തായിരുന്നു? മെറ്റലും നോൺ മെറ്റലും അല്ലെങ്കിൽ മെറ്റലും ഒക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അലോയ് കിട്ടും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇതൊരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ് കേട്ടോ, അതാണ് എഴുതാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് എഴുതി വെച്ചു. An alloy may be homogeneous solid solution. Alloys may be homogeneous solid solution. Homogeneous solid solution in which the atom of
one metal, the atom of one metal homogeneous solid solution in which the atom of one metal are distributed randomly among the atom of the other, Then example, brass, example brass hyphen. ആരൊക്കെയാ മിക്സ് ചെയ്യുമ്പോ ബ്രാസ് കിട്ടുന്നേ? കോപ്പർ പ്ലസ് സിങ്ക് കേട്ടോ, ഓർത്ത് നോക്കാം. കോപ്പർ പ്ലസ് സിങ്ക്. അമാൽഗം എന്ന് പറഞ്ഞാൽ മെർക്കുറിയുടെ അലോയ്സ് എന്തും ആകാം അല്ലെ. അടുത്ത് എഴുതി നോക്കാം ബ്രോൺസ്. ബ്രാസ് കോപ്പർ പ്ലസ് സിങ്ക് കേട്ടോ, കോപ്പർ പ്ലസ് സിങ്ക് ബ്രാസ്. അടുത്ത നെക്സ്റ്റ് ലൈനിൽ എഴുതി വെക്കാം ബ്രോൺസ്, BRONZE ബ്രോൺസ്. അവിടെ എഴുതി വെക്കുക കോപ്പർ പ്ലസ് ടിൻ, SN കേട്ടോ. ടിൻ എന്ന് പറഞ്ഞാൽ SN. ഇപ്പൊ എത്ര ഹെഡിങ് ആയി? 12 കേട്ടോ. ഈ 12 ഹെഡിങ്സ് ആദ്യം നിങ്ങൾ വീട്ടിൽ പോയിട്ടെ ആ 12 ഹെഡിങ് പഠിക്കുക, അതിന്റെ കണ്ടന്റ് എന്താണെന്നൊന്ന് ഓർത്തു വെക്കുക. നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ചെയ്തേക്കുന്ന ഒന്ന് പറയാം. ആദ്യം എന്ത് ചെയ്തു, ആ ഡി എന്ന് പറയുന്ന എലമെന്റുകൾ അല്ലെ നമ്മൾ ഓർഡറിൽ എഴുതി, അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന 12 ഹെഡിങ്സ് ഒറ്റ സ്ട്രെച്ചിൽ പറയാൻ പറ്റുമെന്ന് നോക്കുക. ദെൻ ആ പറയണ സമയത്ത് ഇപ്പൊ ഒരു വേർഡ് കേട്ട് കഴിഞ്ഞാൽ അതിൽ എന്ത് എഴുതും എന്നുള്ളത് ഓർത്തു. കാറ്റലിസ്റ്റിക് പ്രോപ്പർട്ടി ഞാൻ കേട്ട് കഴിഞ്ഞാൽ അഡോപ്റ്റ് മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ അത് കിട്ടണം. ഇനി എന്തായിരുന്നു കോംപ്ലക്സ് കോമ്പൗണ്ട് വൈ. അപ്പൊ അവര് ചോദിക്കുക ഏതെങ്കിലും ഇപ്പൊ ഏതെങ്കിലും ഒരു വനേഡിയം എക്സിബിറ്റ് കോർഡിനേഷൻ കോമ്പൗണ്ട് വൈ. 3 പോയിന്റ് ഉണ്ട്. എന്തായിരുന്നു എന്നിട്ട് സ്മോൾ സൈസ്, ഹൈ അയണിക് ചാർജ്, അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽ ഉണ്ട്. ഓർത്ത് വെക്കാം. അങ്ങനെ കിട്ടണം കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പൊ നമ്മൾ എന്തായാലും കണ്ടിന്യൂ ചെയ്ത് പോവാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ചോദിക്കുമ്പോൾ കിട്ടണം കേട്ടോ. ആ ഹെഡിങ്സ് പഠിക്കണം. അപ്പൊ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ എപ്പോഴും ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ ആ 12 ഹെഡിങ്സിന്റെ പേര് പഠിക്കുക. അതിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയുമെങ്കിൽ 1, 2, 3 പോയിന്റുകൾ ഉണ്ടാവുള്ളൂ ഓരോന്നിന്റെ. അത് പഠിക്കുക. അങ്ങനെ ഈസി ആയിട്ട് ആദ്യത്തെ ഏരിയ കഴിയും. ഇനിയുള്ള ഏരിയ എന്ന് പറയുന്നത് റിയാക്ഷൻ ആണ്, കാണാതെ പഠിക്കേണ്ട ഏരിയ ആണ് ആക്ച്വലി വരുന്നത്. ഓർത്ത് വെക്കാം. അടുത്ത ഹെഡിങ് എഴുതി കേട്ടോ. അപ്പോ നമ്മളിപ്പോ പഠിച്ചത് DNF ആണ്. ഈ DNFല് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കോമ്പൗണ്ടുകളാണ് വരുന്നത്. അതില് ആദ്യം വരുന്നത് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആണ്, KMnO4. അതുപോലെ K2Cr2O7. ആദ്യം വരുന്നത് K2Cr2O7 ആണ് കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പൊ അടുത്ത് ഹെഡിങ് എഴുതി വെക്കാം കേട്ടോ. നെക്സ്റ്റ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. നെക്സ്റ്റ് ഹെഡിങ് ആണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. K2Cr2O7 പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് പറയുന്നതാണ്. ഇതില് നമ്മൾ പഠിക്കുന്ന ഏകദേശം ഇതും അടുത്തതിന്റെയും ഒരേ സ്റ്റൈലിലാണ്. ആദ്യം അതിന്റെ പ്രിപ്പറേഷൻ പഠിക്കും, അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അതിന്റെ സ്ട്രക്ചർ പഠിക്കും. ഇതിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്, ആ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വരും. പിന്നെ അതിന്റെ 2 ഗീവ് റീസൺ ക്വസ്റ്റൻ ഉണ്ട്, അത് നോക്കും. അത് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കും. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും? പ്രിപ്പറേഷൻ, സ്ട്രക്ചർ, ഓക്സിഡൈസിങ് ആക്ഷൻ. എങ്ങനെ ഇതൊരു കോമ്പൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഓക്സിഡൈസിങ് ആക്ഷൻ മാത്രമാണ് നമ്മൾ റിഡോക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? റിഡോക്സ്. അതില് ലാസ്റ്റ് മെത്തേഡാണ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. ഓർമ്മയുണ്ട്? ഒരു 6 സ്റ്റെപ്പ് ഒക്കെ എഴുതിയിട്ട് വരുന്നത്. ഇത് നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യണം, 6 സ്റ്റെപ്പ് മുഴുവൻ. മനസ്സിലായി? നോക്കാം. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്, ഹാഫ് റിയാക്ഷൻ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞു വലിയ സ്റ്റെപ്പുകളായിട്ട് കുറെ എഴുതി വെച്ചേക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ അങ്ങനെ പഠിച്ചെങ്കിൽ ഇവിടെ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാനുള്ള മെത്തേഡിൽ കിട്ടണം. ഹാഫ് റിയാക്ഷൻ മെത്തേഡ് സ്റ്റെപ്പ് 1 skeletal equation, step 2 assign oxidation number, step 3 increase or decreasing oxidation number. Balancing the redox. അത് അത് അവിടെ 5-8 സ്റ്റെപ്പ്, ഇവിടെ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യണം. എന്തിന്റെ മാത്രമേ ഉള്ളൂ. മനസ്സിലായി? അപ്പൊ അത് എന്തിന്റെയും ചോദിക്കാം. അത് മാത്രമാണ് ഇവിടുത്തെ ഒരു ചാലഞ്ചിങ്. അപ്പൊ ഈ ചാപ്റ്ററിലെ ഏറ്റവും ചാലഞ്ചിങ് ക്വസ്റ്റ്യൻ അത് മാത്രമേ ഉള്ളൂ.
അങ്ങനെ വന്ന സമയത്ത്, കാരണം അത് ഏത് വേണമെങ്കിലും അവർക്ക് കഴിഞ്ഞ വർഷം അന്നെടുത്തതും ഇന്നെടുത്തതും പുതിയതോ ഒക്കെ പറയാം. അവർ പറയുന്നത് അത് നിങ്ങൾ 6 അങ്ങനെ പഠിച്ച് നിങ്ങൾക്ക് ഒറ്റ ഡിഗ്രി പഠിച്ചു എന്നാണ് അവർ പറയുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അത് മാത്രമേ ഉള്ളൂ എല്ലാവരും ചാലഞ്ചിങ്, ബാക്കിയൊക്കെ എളുപ്പമാണ് കേട്ടോ, ഓർത്ത് നോക്കാം. സ്റ്റേറ്റ്മെന്റ് എഴുതാനുണ്ട് കേട്ടോ, എന്ന് എഴുതി വെച്ചു. ആദ്യം ഹെഡിങ് കേട്ടോ, K2Cr2O7 എഴുതണം കേട്ടോ, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് K2Cr2O7. ഇനി താഴെ എഴുതി വെക്കുക പ്രിപ്പറേഷൻ അണ്ടർലൈൻ ചെയ്യാം. പ്രിപ്പറേഷൻ ഒരു വേർഡിൽ എഴുതിയിട്ട് 3 റിയാക്ഷൻ ആണ്. ആ 3 റിയാക്ഷൻ എന്തായാലും നിങ്ങൾ കൊണ്ട് പറയിപ്പിക്കും കേട്ടോ, ഓർത്ത് നോക്കാം. ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ, ഓർത്ത് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എഴുതി വെച്ചോ, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് is very important. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പ്രിപ്പറേഷന് മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് is very important chemical used in leather industry. Potassium dichromate is very important chemical used in leather industry and as an oxidant for preparation of many azo compound. azo എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞു അല്ലെ, കളേർഡ് കോമ്പൗണ്ട് ആണ് കേട്ടോ, ഓർത്ത് നോക്കാം. ഏതാ, ഇൻഡസ്ട്രി ആൻഡ് ആസ് ആൻ ഓക്സിഡന്റ് for preparation of many azo compound. Full stop. ഇനിയാണ് നമ്മൾ പ്രിപ്പറേഷന്റെ സ്റ്റെപ്പുകൾ എഴുതുന്നത്. ഓരോരോ സ്റ്റെപ്പായിട്ട് ഉള്ള പ്രിപ്പറേഷൻ ആണ്. ഫസ്റ്റ് താഴെ കേട്ടോ, ഓർത്ത് വെക്കാം. ഫസ്റ്റ് പോയിന്റ് കേട്ടോ, 3 സ്റ്റെപ്പുകളായിട്ടാണ് നമ്മൾ പ്രിപ്പറേഷൻ എഴുതുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് dichromate are generally prepared from chromate, comma, which in turn are obtained by the fusion of chromite or CHROMITE. നേരത്തെ ATE ആണ്, ഇതെന്താണ് ITE കേട്ടോ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഡൈക്രോമേറ്റ് എന്ന് പറയുമ്പോൾ MATE ആണ്. ഡൈക്രോമേറ്റ് are generally preferred from chromate, chromate, which in turn are obtained by the fusion of chromite or MITE or ORE, chromite or. ബ്രാക്കറ്റിൽ എഴുതി വെക്കുക, MITE ആണ് കേട്ടോ, MITE or ORE കേട്ടോ. ബ്രാക്കറ്റിൽ എഴുതി വെക്കുക FeCr2O4 with sodium or potassium carbonate. ഇല്ല കണ്ടിന്യൂഷൻ. ബ്രാക്കറ്റിനകത്ത് FeCr2O4 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, with sodium or potassium carbonate. അപ്പൊ അവര് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മീനിങ് ഒന്ന് കൊണ്ടുവരാം നമുക്ക്. ഡൈക്രോമേറ്റ് ആണ് വേണ്ടത്. ആരാണ് ഡൈക്രോമേറ്റ്? ഇതേ ഈ K2Cr2O7 അതാണ് ഡൈക്രോമേറ്റ്. ആ ഡൈക്രോമേറ്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എവിടെ നിന്നാണ് എന്നാണ് പറയുന്നത് അല്ലെ, ക്രോമേറ്റ് നിന്ന്. ക്രോമേറ്റ് എവിടെ നിന്ന് കിട്ടും? ക്രോമൈറ്റ്. അപ്പൊ ആദ്യം ഉണ്ടാകുന്നത് ക്രോമൈറ്റ്, MITE, അവിടെ നിന്നാണ്. അവിടെ നിന്ന് ക്രോമേറ്റ് ഉണ്ടാവും. ക്രോമേറ്റിൽ നിന്നുണ്ടാവും ഡൈക്രോമേറ്റ് ഉണ്ടാവും.
അങ്ങനെ 3 സ്റ്റെപ്പാണ് ആക്ച്വലി വരുന്നത്. ഓക്കെ, അപ്പോ ആദ്യം പറയുന്നത് Fe വെച്ചിട്ടാണ് അല്ലെ. Fe എന്തായിരുന്നു പിന്നെ എഴുതിയത്? Cr2O4. ഇതിലേക്ക് അവരിടുന്നത് Na2CO3 കണ്ടോ, ഓർത്ത് നോക്കുക. Na2CO3 പ്ലസ് O2. ഇത്ര ഇടുമ്പോഴാണ് ആദ്യത്തെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ചെറുതാക്കി എഴുതാം. FeCr2O4 പ്ലസ് Na2CO3 പ്ലസ് O2. ഇതാണ് നമ്മൾ ഇടുന്ന ആദ്യത്തെ സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയും. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ചേഞ്ച് എന്തൊക്കെ വരും എന്ന് നോക്കാം. ഇവിടുന്ന് Na2CO3 ഈ എന്നെയും എഫിയും തമ്മിൽ ഡിസ്പ്ലേസ് ചെയ്യും. എന്നിട്ട് അവിടെ ഒരു ചേഞ്ച് വരും. Na2CrO4 പ്ലസ് Fe2O3 പ്ലസ് CO2. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ വരുന്ന മെയിൻ ആയിട്ട് വരുന്ന ഇക്വേഷൻ ആയിട്ട് വരുന്നത്. Na2CrO4 പ്ലസ് Fe2O3 പ്ലസ് CO2. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓർത്ത് നോക്കുക സ്റ്റെപ്പ്. ഇതിന്റെ ബാലൻസിങ് ഇക്വേഷൻ അടക്കം എഴുതിയിട്ടാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരു ഏരിയ വരുന്നത്. ബാലൻസ് ചെയ്യണം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഇവിടെ ബാലൻസ് ചെയ്യുമ്പോൾ സാധാരണ മെത്തേഡിൽ ചെയ്താൽ മതിയോ, പക്ഷെ ഭയങ്കര ലെങ്തി ആണ് ആക്ച്വലി. അപ്പൊ ഞാൻ അതിന് ഓർത്ത് വെച്ചിരിക്കുന്ന 87 എന്ന് പറയുന്നത് ഇത് മാത്രം ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടൊക്കെ ചെയ്യുമായിരിക്കും കേട്ടോ, ഓർത്ത് നോക്കാം. ഞാൻ ഓർത്ത് വെച്ചേക്കുന്ന ഒരു ടിപ്പ് പറയാം, അല്ലെങ്കിൽ കാണാതെ പഠിക്കുക. വേറെ ഒരു ഞാനിത് ഓർത്തിരിക്കുമ്പോൾ 87 എന്ന് പറയുന്ന നമ്പർ ഇതിന്റെ മാത്രം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് ആക്ച്വലി. ഇവിടെ 8 Na2 ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എന്തായിരിക്കും 8 കേട്ടോ, ഓർത്ത് നോക്കതെ. ഇവിടെ 8 കൊടുക്കാൻ നമുക്ക് എളുപ്പമാണ്. അങ്ങനെയാണെങ്കിൽ 8 Cr വന്നില്ലേ, അപ്പൊ ഇവിടെ എത്രയായിരിക്കും? 4. ട്രിക്ക് മനസ്സിലായി. അവിടെ 8 വന്നു കഴിഞ്ഞാൽ ഇവിടെ 4 ആയിരിക്കും. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം എത്ര Fe ആയിരിക്കും ഇവിടെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. കാരണം എന്താ, Fe ഇവിടെ 4 ഉണ്ട്, അപ്പൊ ഇവിടെ 2. ഇനി എത്ര കാർബൺ വരും ഇവിടെ നോക്കി. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 8 കാർബൺ ഇല്ലേ അല്ലേ, ഓർത്ത് നോക്കാം. അപ്പൊ ഇവിടെ 8 കാർബൺ. അപ്പോ ഈ നമ്പർ വെച്ച് ഓർത്ത് നോക്കാം, അല്ലെങ്കിൽ കാണാതെ സാധാരണ ചെയ്യണ പോലെ തന്നെ ബാലൻസ് ചെയ്യാം നോക്കാം കേട്ടോ, ഓർത്ത് നോക്കാം. സ്കെലറ്റൽ ഇക്വേഷൻ എന്തായാലും നിങ്ങളെ കൊണ്ട് കാണാതെ പറയിപ്പിക്കും കേട്ടോ, ഓർത്ത് നോക്കാം. ഇയാളുടെ പേരെന്തായിരിക്കും? ഇതിന്റെ പേരെന്താ? ക്രോമൈറ്റ്. ഇതെന്താണ്? ക്രോമൈറ്റ്. ഇതെന്തായിരിക്കും? ക്രോമേറ്റ് കേട്ടോ, ഒന്ന് എഴുതി വെക്കാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ അയേൺ ക്രോമൈറ്റ് അങ്ങനെ വേണമെങ്കിൽ എനിക്ക് പറയാം കേട്ടോ. MIT ആയിരിക്കണത് ക്രോമൈറ്റ്, വേണമെങ്കിൽ അയേൺ കൂടി ചേർക്കാം. അപ്പൊ അയേൺ ക്രോമൈറ്റ്. ഇതാണ് ഓറ് കേട്ടോ, ഓർത്ത് വെക്കാം. ഇവിടെ എന്ത് എഴുതണം? ക്രോമേറ്റ് കേട്ടോ, ഓർത്ത് വെക്കാം. ATE ആണ് കേട്ടോ, ഇവിടെ ITE. പഠിക്കുമ്പോൾ എപ്പോഴും സ്കെലറ്റൽ ഇക്വേഷൻ വെച്ച് പഠിക്കാൻ നോക്കുക. ബാലൻസിങ്ങും ഇതും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും കൂടി തെറ്റൂട്ടോ. ചിലവർ ഇങ്ങനെ പഠിക്കാറുണ്ട് 4 FeCr. അങ്ങനെ വേണ്ട. നിങ്ങൾ പഠിക്കുമ്പോൾ എന്താ FeCr2O4 ചേഞ്ച് നോക്കിയേ. ഇതുകൊണ്ടോ ഇവിടെ Cr2O4 ആണ്, ഇവിടെ എന്താ CrO4 ആണ്. ഡിസ്പ്ലേസ്മെന്റ് ആരൊക്കെ തമ്മിലാ വരുന്നേ കേട്ടോ. നിങ്ങൾ വരച്ച സമയത്ത്, ഞാൻ എഴുതിയ സമയത്ത് ശ്രദ്ധിച്ചു, ഞാൻ ഇത്രേ പഠിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ പഠിച്ചു വെച്ചേക്കുന്ന ഓർത്ത് നോക്കുക, Fനെ എന്നെ ഡിസ്പ്ലേസ് ചെയ്യും കേട്ടോ, ഓർത്ത് നോക്കുക. Fനെ എന്നെ ഡിസ്പ്ലേസ് ചെയ്യും. അങ്ങനെ ഓർത്ത് നോക്കുമ്പോ ഇതിന്റെ ബാലൻസ് ഇവിടെ 2 ആണ്. Feക്ക് ബാലൻസ് ഇവിടെ 2 ആ. അതേ 2 തന്നെ ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് Na2 കൊടുത്തേക്കുന്നത്. ഇനി ക്രോമിയം ഇവിടെ മാറുന്നുണ്ട്. പിന്നെ ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത് അയണിന്റെ ഓക്സിഡേഷൻ ചെയ്താൽ എന്താ ഉണ്ടാവുക? അത് ഉണ്ടാവും. റസ്റ്റ് അല്ലേ ഇത്, റസ്റ്റിന്റെ ഇക്വേഷൻ. പിന്നെ CO2, കാർബൺ അവിടെ ഉണ്ട്. നമുക്ക് അറിയാം കാർബൺ പോകാനായിട്ട് CO2 വേണം. അങ്ങനെയൊക്കെ ഓർത്ത് വെക്കാൻ നോക്കുക കേട്ടോ, ഒരു ട്രിക്കിൽ കൊണ്ടുപോകാം. ഇനി എന്താ ചെയ്യണമെന്ന് പറഞ്ഞാല് അത് വീണ്ടും എടുത്തെഴുതും. ദേ നമുക്ക് ആവശ്യമുള്ള ആരായിരുന്നു? Na2CrO4 കണ്ടോ, ഓർത്ത് നോക്കുക. അത് എടുത്തെഴുതാം. ഇതിലേക്ക് അസിഡിക് മീഡിയ, ആസിഡ് ആഡ് ചെയ്യണം. H+ ഓർത്ത് നോക്കാം. ആസിഡ് ആഡ് ചെയ്യും. H+ എന്ന് പറയുന്നത് ഇവിടെ H+, 2H+ ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബാലൻസ് ചെയ്തിട്ടൊക്കെ കൊടുത്തേക്കുന്നത് 2 ഒക്കെ. അങ്ങനെ H+ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണോ വേണ്ടത്, ഇതല്ലേ വേണ്ടത്, അതേ ഫോർമാറ്റിൽ എഴുതണം. അപ്പൊ എങ്ങനെയായിരിക്കും എഴുതാൻ പോകുന്നത്? ഇത് ഓർത്ത് നോക്കാം.
ഈ Na2 വെച്ച് എഴുതും. അപ്പൊ എന്ത് കിട്ടും? Na2 നോക്കിയാ മുകളിലത്തെ അതേ ഫോർമുല പറഞ്ഞു നോക്കിയേ, Cr2O7 കണ്ടോ, ഓർത്ത് വെക്കാം. Na2Cr2O7 ഇതേ ഫോർമാറ്റിൽ തന്നെ അടുത്ത് എഴുതി വെക്കാം കേട്ടോ, ഓർത്ത് വെക്കാം. Na2Cr2O7 പ്ലസ് 2Na പ്ലസ് H2O അയോൺ ആണ്, 2Na പ്ലസ് H2. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. വേഗം എടുത്തെഴുതുക കേട്ടോ. ഇതിന്റെ പേര് ക്രോമേറ്റ്, MAT. ഇതെന്തായിരിക്കും ഇപ്പൊ കിട്ടുന്നത്? ഡൈക്രോമേറ്റ്. കണ്ടോ, ഓർത്ത് വെക്കാം, ഡൈക്രോമേറ്റ്. ഇവിടെ എഴുതി വെക്കാം അസിഡിക് മീഡിയം. H+ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് അസിഡിക് മീഡിയം കേട്ടോ. ഇവിടെ അസിഡിക് മീഡിയം എന്ന് എഴുതണം. ഇവിടെ എന്തെഴുതണം? ക്രോമേറ്റ്. Na അല്ലേ, Na2 4 ആയില്ലേ, അപ്പൊ അവിടെ 4 ആയി. ബാലൻസിങ് ആണ്. 2Na2 എന്ന് പറയാൻ 4 ആയി. ഇവിടെ Na2 ഉണ്ട്, ഇവിടെയും 2Na ഉണ്ട്, 4 ആയി. പിന്നെ വാട്ടർ 2H+ അല്ലേ, ഒക്കെ കറക്റ്റ് അല്ലേ? ഇത് ക്രോമേറ്റ് ആണ്, അത് ഡൈക്രോമേറ്റ് ആണ്. കണ്ടോ, 2 ക്രോമിയം വന്നു കഴിയുമ്പോൾ അവിടെ ഡൈക്രോമേറ്റ്. കണ്ടോ, ഓർത്ത് വെക്കാം. ഇനി അടുത്ത് കിട്ടുന്നത് നമുക്കിത് K2Cr2O7 വേണ്ട പ്രിപ്പറേഷനിൽ അല്ലേ. അപ്പൊ എന്ത് ചെയ്യും? ഇവര് Na2Cr2O7 പ്ലസ് KCl കേട്ടോ, ഓർത്ത് വെക്കാം. Na2 രണ്ടെണ്ണം കൊണ്ട് 2 കൊടുക്കാം. അപ്പൊ ഇതും തമ്മിൽ ഡിസ്പ്ലേസ് ചെയ്യും. അപ്പൊ എന്താ കിട്ടുന്ന ഡിസ്പ്ലേസ്മെന്റ് നോക്കിയേ, Nയും Kയും ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ എന്ത് കിട്ടും എന്ന് പറഞ്ഞേ? K2Cr2O7 ബൈ പ്രൊഡക്റ്റ് എന്ത് വരും നോക്കിയേ? NaCl, 2NaCl. ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് കേട്ടോ, ഓർത്ത് വെക്കാം. പണ്ട് പഠിച്ചേക്കുന്നതല്ലേ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്, 2NaCl കേട്ടോ, ഓർത്ത് വെക്കാം. അങ്ങാടുകളും ഡിസ്പ്ലേസ് ചെയ്യും. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് ആയിട്ട് വരുന്നത്. ഇനി ഇതിന്റെ കളർ ഒന്ന് എഴുതി വെക്കണം. ഇതിന്റെ കളർ ഓറഞ്ച് ആണ്. ഇത് ഈ Na2Cr2O7 അതാണ് ഏറ്റവും കൂടുതൽ ബോർഡ് എക്സാമിന് ചോദിച്ചേക്കുന്നത്. യെല്ലോ ടു ഓറഞ്ച് കേട്ടോ, ഓർത്ത് വെക്കാം. ഇത് യെല്ലോ ടു ഓറഞ്ച്. ഇവിടെ ശ്രദ്ധിക്കാം, ഇത് യെല്ലോ ആണ്. ഇത് യെല്ലോ, ഈ താഴെയുള്ള കോമ്പൗണ്ട് കേട്ടോ, ഇതാണ് യെല്ലോ. ഇതെന്തായി മാറും? ഓറഞ്ച് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഓറഞ്ച് എന്ന് പറയുമ്പോൾ ഇതും ഓറഞ്ച് ആണ് കേട്ടോ, ഓർത്ത് നോക്കാം. യെല്ലോ ടു ഓറഞ്ച്. ABCD ക്വസ്റ്റൻ ഒക്കെ ആയിട്ട് ബോർഡിന് ചോദിച്ചേക്കുന്ന ക്വസ്റ്റൻ ആണത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. കോമ്പൗണ്ട് A റിയാക്ട് വിത്ത് അസിഡിക് മീഡിയം ടു ഫോം കോമ്പൗണ്ട് ഓറഞ്ച് കേട്ടോ, ഓർത്ത് നോക്കാം. ഇത് ഇന്റർ കൺവേർട്ടിബിളും ആണ്. ഇന്റർ കൺവേർട്ടിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക് മീഡിയം കൊടുക്കുമ്പോൾ തിരിച്ചും വരും കണ്ടോ. അപ്പൊ അതുമായിട്ട് ഒരു ക്വസ്റ്റൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇത് യെല്ലോ, അതെന്താണ്? ഓറഞ്ച്. കളർ ഇടണം കേട്ടോ, മെൻഷൻ ചെയ്യണം കേട്ടോ. ഇതിന്റെ കളറ് യെല്ലോ, അതിന്റെ കളറ് ഓറഞ്ച്. ഈ 3 ഇക്വേഷൻ ആണ്. 3 ഇക്വേഷൻ ഇപ്പൊ ചോദിക്കും, കാണാതെ പറയേണ്ടി വരും കേട്ടോ, ഓർത്ത് നോക്കാം. അല്ലെങ്കിൽ വെറുതെ പോകും അല്ലെ. ഭയങ്കര എളുപ്പമല്ലേ? നോക്കിയേ, പഠിക്കാൻ നോക്കിയേ കേട്ടോ, ഓർത്ത് നോക്കുക. അല്ലെങ്കിൽ ക്ലാസ് ശരിയാവില്ല കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരോട് ചോദിക്കും, അപ്പൊ പറഞ്ഞു പോകും കേട്ടോ. സ്കെലറ്റിലും എങ്ങനെയാ പഠിക്കണ്ടേ? FE കണ്ടോ, ഓർത്ത് നോക്കുക. ഇവിടെ നിന്ന് കൊടുക്കുമ്പോ ഇത് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾ പഠിക്കുമ്പോ ഇത് ടു ഇത് ആദ്യം പഠിക്കണ്ട, ഇത് ടു ഇത്. അപ്പൊ എങ്ങനെ പഠിക്കും? FeCr2O4 2 എന്താണ് വരുന്നത്? Na2Cr4. FeCr2O4 2 എന്ത് കിട്ടും? Na2Cr4. ആ ചേഞ്ച് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഫുള്ള് പഠിക്കാം. എങ്ങനെയാ പഠിക്കാം? FeCr2O4 പ്ലസ് Na2CO3 പ്ലസ് O2 gives. ഇനി ആദ്യം പറഞ്ഞ ആലോചിക്കുക, എന്ത് ചേഞ്ചാ വരുന്നത് അല്ലെ? അവിടെ Fe മാറിയിട്ട് എന്ത് വന്നു? Na2Cr4. അവിടെ ശ്രദ്ധിക്കുക, ഇത് കണ്ടു, ഇവിടെ Cr4ഉം ഇവിടെ Cr2O4 ആണ്. ആ മാറിപ്പോയത് കണ്ടോ. ഇനി എന്താണ്? അയണിന് റെസ്റ്റ് ഉണ്ടായ എന്താ കിട്ടുക? Fe2O3 ബൈ പ്രോഡക്റ്റ്. പിന്നെ അല്ലെ, നിങ്ങൾ ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്ത് വരുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ്. കണ്ടോ, നമുക്ക് ഫെമിലിയർ ആണ്. Fe2O3 പ്ലസ് CO2. ബസ് ആയത്തെ പഠിച്ചു. ആയത്തെ പഠിച്ച പിന്നെ എളുപ്പമാണ്. പിന്നെന്താ?
ഈ ഒരെണ്ണം കിട്ടുമല്ലോ. ഇതിന്റെ പേരെന്തായിരുന്നു? Na2CrO4 പ്ലസ് H പ്ലസ് ഗീവ്സ് എന്ത് കിട്ടും? Na2Cr2O7. ഇതേ ഫോർമാറ്റ് കണ്ടോ, രണ്ടാമത്തേൽ ഇതേ ഫോർമാറ്റ് Na2Cr2O7 പ്ലസ് 2Na പ്ലസ് H2O. അത് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ആ മെയിൻ ആയിട്ടുള്ളത് കിട്ടണം. അടുത്ത സ്റ്റെപ്പിൽ എന്താ? Na2Cr2O7 പ്ലസ് KCl ഗീവ്സ് K2Cr2O7 കിട്ടണം കേട്ടോ. അത് നോക്കാം. ഞാൻ ഒന്ന് പ്രാക്ടീസ് ചെയ്തു, ഞാൻ ചോദിക്കും. ആര് ഫസ്റ്റ് പറയും? ഹാൻഡ് റൈസ് ചെയ്തോ? എന്ത് അവിടെ ഹാൻഡ് റൈസ് ചെയ്തു? ഇങ്ങനെ ഓക്കെ ആണോ? പറഞ്ഞോ. ഓക്കെ. ആ ആ വെരി ഗുഡ് കേട്ടോ. അടുത്ത ആരാ? ഓക്കെ ആണോ? ആ അവിടെ പറഞ്ഞു, കൈ ഇങ്ങനെ വെച്ചു. ഗുഡ്. Cr2O4 plus Na2CO2 plus O2 gives Na2Cr O4 plus Fe2O3 plus CO2. Good. പിന്നെ Na2Cr O4 plus H plus gives Na2Cr2O7 plus Na plus H2O. Na2Cr2O7 plus KCl gives K2Cr2O7 plus NaCl. ഓക്കെ. അതിനടുത്ത ആരാ? ഓക്കെ. ആ പറഞ്ഞു. FeCr2O7 FeCr2O4 O4 plus Na2CO3 plus O2 gives Na2CrO4 plus Fe2O3 plus CO2. Okay. Na2CrO4 plus H plus gives Na2CrO2O7. Cr2O7. Na2Cr2O7 plus KCl gives K2Cr2O7 plus NaCl. വെരി ഗുഡ് കേട്ടോ. അടുത്ത ആരാ? പറഞ്ഞു. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരോട് ചോദിക്കാം കേട്ടോ, കിട്ടണം കേട്ടോ. FeCr2O4 plus Na2Cr3 gives Na2Cr4 അയ്യോ എല്ലാവരും പോണ പെട്ടെന്ന് plus Fe2O3 plus CO2. ചോദിക്കില്ല. Na2Cr4 ഓൺലൈനിൽ രണ്ടുപേരും Na2Cr4 plus ഇതിങ്ങനെ ചെയ്യണം എന്താണെന്നറിയോ? അല്ലെങ്കിൽ ഇത് വെറുതെ പോകും. എനിക്ക് പറഞ്ഞിട്ട് കണ്ടന്റ് എടുത്ത് പോയി എന്ന് പറഞ്ഞാൽ പോരെ. പക്ഷെ നിങ്ങൾക്ക് എന്റെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഓർമ്മയെങ്കിലും കിട്ടണ്ടേ കേട്ടോ. ഇപ്പൊ ഈ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആവണം കേട്ടോ, ഓർത്ത് പോകാൻ വേണ്ടിട്ടാ. Na2Cr4 plus H plus gives Na2Cr2O7 plus Na2Cr2O7 plus KCl gives K2Cr2O7 plus NaCl. ഓർത്ത് പോകാം. അടുത്ത അക്വിൻ പറഞ്ഞു. Cr2O4 plus Na2CO3 plus O2 gives Na2Cr4 plus Fe2O3 plus CO2. Na2Cr4 plus H plus gives Na2Cr2O7 plus Na plus H2O. Na2Cr2O7 plus KCl gives K2Cr2O7 plus NaCl. ഗുഡ് കേട്ടോ, ഓർത്ത് നോക്കാം. ഇതിനു മുമ്പ് പഠിച്ചു വെച്ചിട്ടുണ്ടായ നല്ലതായിട്ട് പറയണ്ടായിരുന്നു. അടുത്ത ആരാ? ആ ട്രൈ ചെയ്യും. FeCr2O4 plus Na2CO3 plus O2 gives Na2Cr4 plus 2H plus gives Na2Cr2O7 plus KCl. KCl gives K2Cr2O7. മെയിൻ കാര്യം അത്ര പറഞ്ഞാലും മതി കേട്ടോ, ഓർത്ത് നോക്കാം. അവിടെ അടുത്തരാ പറഞ്ഞതല്ലേ ഇവിടെ പറഞ്ഞാണ്. ഏറ്റവും ബാക്കിൽ അറിയാം. സ്റ്റാർട്ട് ചെയ്തു. FeCr4 plus CO3 plus O2 gives Na2Cr4 plus Fe2O3 plus CO2. ഓക്കെ.
7. plus H2O. പിന്നെ അത് പിന്നെ CR2O7 Plus KCl gives K2Cr2O7. ഓക്കെ, അടുത്ത ആൾ നെക്സ്റ്റ്. അവിടെ നിന്നിട്ട് ഇങ്ങനെ വരും കേട്ടോ, ഓർത്ത് നോക്കാം. അത് കഴിഞ്ഞാൽ അടുത്തത് പറ. കാർബൺ വെരി ഗുഡ് കേട്ടോ. O2 gives 8Na2Cr4 plus 2FeO3 plus 8CO2. 2NaCr4 plus H plus gives Na2Cr2O7 plus 2Na plus H2O. O7 plus NaCl. അടുത്ത ഇവിടെ പറഞ്ഞു കേട്ടോ. FeCr2O4 plus Na2CO3 plus CO2 gives Na2CrO4 plus Fe2O3 plus CO2 ഓക്കെ. Na2CrO4 plus H plus Gives Na2CrO7 plus 2KCl gives Cr2O7 കേട്ടോ, ഓർത്തോ. അടുത്ത് പറ. Na2CrO4 CrO4 KCl. മെയിൻ കാര്യം പറഞ്ഞു, ഇടയ്ക്കുള്ളതൊക്കെ ഒന്ന് പഠിക്കണം കേട്ടോ, നോക്കാം. ദെൻ ഓൺലൈനിൽ ഇരിക്കുന്ന ഒരിടത്ത് ചോദിക്കുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ നോക്കും കേട്ടോ, നിങ്ങൾ പഠിച്ചു എന്ന് കരുതാം. ദെൻ ഇത് പ്രിപ്പറേഷൻ ആണ് കേട്ടോ, ഓർത്ത് നോക്കാം. പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ അടുത്ത എന്തായിരിക്കണം? സ്ട്രക്ചർ ഓഫ് കോമ്പൗണ്ട് കേട്ടോ, ഓർത്ത് നോക്കുക. രണ്ട് കോമ്പൗണ്ട് ഉണ്ട്. സ്ട്രക്ചർ ഓഫ് കോമ്പൗണ്ട് അതിൽ ആദ്യം ക്രോമേറ്റ് അയോണും ഡൈക്രോമേറ്റ് അയോണും ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ക്രോമേറ്റ് അയോൺ, അതുപോലെ തന്നെ ഡൈക്രോമേറ്റ് അയോൺ, രണ്ടെണ്ണമാണ് നമുക്ക് അല്ലെ ഉള്ളത്. രണ്ടിനെയും സ്ട്രക്ചർ ആണ് നമ്മൾ നോക്കുന്നത്. ക്രോമേറ്റ് എന്ന് പറഞ്ഞാൽ CrO4, ഇവിടെ Fe ഉണ്ടായിരുന്നു, അതിനെ റിമൂവ് ചെയ്യുമ്പോൾ 2- ഇതാണ് ക്രോമേറ്റ്. ഡൈക്രോമേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച K2Cr2O7 അല്ല, K2നെ മാറ്റുക, അപ്പൊ എന്ത് വരും? Cr2O7 2-. ഇതാണ് ഡൈക്രോമേറ്റ്, Cr2O7. ഇത് ക്രോമേറ്റ് അയോൺ, ഇത് ഡൈക്രോമേറ്റ് അയോൺ. ഇതിന്റെ രണ്ടിന്റെ സ്ട്രക്ചർ ആണ്, വേറെ ഒന്നുമില്ല. Cr2 ഇല്ല, CrO4 കേട്ടോ, ഓർത്ത് നോക്കാം. ആദ്യത്തെ അത് എന്താ
ക്രോമൈറ്റ്, MIT. മറ്റേ അതിൽ നിന്ന് എന്ത് കിട്ടും? ക്രോമേറ്റ്. ക്രോമേറ്റിൽ നിന്ന് എന്ത് കിട്ടും? അത് തന്നെ ഡൈക്രോമേറ്റ്. ഉണ്ടോ? ഓർത്ത് വെക്കാം. അപ്പൊ മാറിപ്പോരുത് കേട്ടോ, ശ്രദ്ധിക്കാം. ദെൻ ഇവിടെ വേറെ ഒന്നുമില്ല. ഈ ക്രോമീത്തിനെ വെച്ചിട്ട് ഓക്സിജന്റെ നമ്പേഴ്സുകൾ അതെ ഇങ്ങനെ 4 ഓക്സിജൻ അങ്ങ് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ സ്ട്രക്ചർ കേട്ടോ. ഇത്രയും സ്ട്രക്ചർ ഉള്ളൂ. ഇതിങ്ങനെ കൊടുത്തിട്ട് ഇതിന്റെ ചാർജ് ആയിട്ട് പുറത്ത് 2- എന്ന് എഴുതാം. ഇത്രയേ ഉള്ളൂ. വേഗം വരച്ചു. ഇതാണ് ക്രോമേറ്റ്. ഡൈക്രോമേറ്റ് എന്ന് പറയുമ്പോൾ 2 ക്രോമിയോ ഉണ്ടാവും. ആ 2 ക്രോമിയത്തിന് ഒരു കോമൺ ആയിട്ടൊരു ഓക്സിജൻ ഉണ്ടാവും ഇതുപോലെ. അത് കഴിഞ്ഞിട്ട് ഓരോ സ്ഥലത്തും ഓക്സിജൻ. ഇതാണ് ഡൈക്രോമേറ്റ്. ടോട്ടൽ ഇതിന്റെ ചാർജ് 2-. ഓൺലി 2-. ഇത്രേ ഉള്ളൂ കേട്ടോ. വേഗം വരച്ചു. ക്രോമേറ്റും ഡൈക്രോമേറ്റും കേട്ടോ. വേഗം വരക്കാം. ഇതിന്റെ കളർ എന്തായിരുന്നു? യെല്ലോ. അതിന്റെ കളർ എന്തായിരിക്കും? ഓറഞ്ച് കേട്ടോ. ഒന്നുകൂടി ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. ഇത് യെല്ലോ, ഇത് ഓറഞ്ച്. ഫുള്ളായിട്ട് എഴുതണം കേട്ടോ. യെല്ലോ, ഓറഞ്ച് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏത് ഇതോ? അങ്ങനെന്താ? ഇതിനൊക്കെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലേ, അതുകൊണ്ട് അവിടെ നിന്ന് മാറും കേട്ടോ. ഓർത്ത് നോക്കാം. അവിടെ പ്ലസ് എഴുതിയില്ലേ? ഇനി നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതില് കണ്ടോ, നമ്മൾ ഇതിൽ അസിഡിക് മീഡിയ ഇട്ടപ്പോ എന്ത് കിട്ടി? ഇത് കിട്ടി. ഓർമ്മയുണ്ടോ അല്ലെ? രണ്ടാമത്തെ ഇക്വേഷൻ ഓർത്ത് നോക്കാം. തിരിച്ച് ഇതിൽ ബേസിക് മീഡിയ ഇട്ടാൽ എന്ത് കിട്ടും? ഇത് കിട്ടും. അതൊരു ക്വസ്റ്റൻ ആണ് ആക്ച്വലി കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ എഴുതാൻ പോകുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. എന്ന് എഴുതി വെച്ചു. The chromate and dichromate are എഴുതി വെക്കുക. The chromate and അടുത്ത പോയിന്റ് ആണ് കേട്ടോ. അടുത്തൊരു പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി. The chromate and dichromate are interconvertible. The chromate and dichromate are interconvertible. In aqueous solution, depending upon chromate and dichromate are interconvertible in aqueous solution depending upon pH of the solution. Depending upon pH of the solution. Bracket acidic or basic. Bracket acidic or basic. Bracket acidic or basic. CrO4 2- ആണ്. ഇതിലേക്ക് H+ അസിഡിക് മീഡിയ ഇടും. അസിഡിക് മീഡിയ ഇടുന്ന സമയത്താണ് നമ്മൾ നേരത്തെ കണ്ടതാണ് Cr2O7 2- പ്ലസ് വാട്ടർ H2. അപ്പോ ഇവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ടത്
2 ക്രോമിയം ഉണ്ട് 2. ഇവിടെ ഓർത്ത് വെക്കാം ഇതിന്റെ കളർ എന്തായിരുന്നു? യെല്ലോ. ഇവിടെ ഓർത്ത് വെക്കാം യെല്ലോ. ഇതെന്തായി മാറും? ഓറഞ്ച്. ഇനി ഇതിന്റെ പേര് ക്രോമേറ്റ്. അതെന്തായിരിക്കും? ഡൈക്രോമേറ്റ്. ഇനി അതിന് തിരിച്ചാക്കണം. അപ്പൊ എന്ത് ചെയ്യണം? Cr2O7 2- ഇതിന് H+ പകരം OH- കൊടുക്കാം നമുക്ക്. OH- ബേസിക് മീഡിയം ആണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഇതുപോലെ ഇത് ഉണ്ടാവും. കേട്ടോ ഓർത്ത് തിരിച്ചുണ്ടാകും. CrO4 2- പ്ലസ് H2. കേട്ടോ ഓർത്ത് നോക്കാം H2. ഇവിടെ 2 ഉണ്ട് Cr, അതുകൊണ്ട് ഇവിടെയും 2 ആണ്. ഇവിടെ 2H, അവിടെ H2 കറക്റ്റ് ബാലൻസ് ചെയ്യും. ആദ്യത്തെ പ്രിപ്പറേഷൻ സ്ട്രക്ചർ, പിന്നെ ഒരു കൊച്ചു പോയിന്റ്, അത് കഴിഞ്ഞിട്ട് ഓക്സിഡൈസിങ് ആക്ഷൻ ഓഫ് K2Cr2O7. നെക്സ്റ്റ് ഹെഡിങ് ഓക്സിഡൈസിങ് ആക്ഷൻ ഓഫ് K2Cr2O7. ആക്ഷൻ ഓഫ് K2Cr2O7 ഹെഡിങ് ആണ് കേട്ടോ. ഓക്സിഡൈസിങ് ആക്ഷൻ ഓഫ് K2Cr2O7. ഓക്സിഡൈസിങ് ആക്ഷൻ എന്ന് പറയുമ്പോൾ റിഡോക്സ് ബാലൻസിങ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. റിഡോക്സ് ബാലൻസിംഗിൽ നമ്മൾ കഴിഞ്ഞ വർഷം റിഡോക്സിന്റെ ഇതിൽ 5 സ്റ്റെപ്പ് ഒക്കെ എഴുതി. അങ്ങനെയല്ല, ഇവര് കംപ്ലീറ്റ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ടാണ് ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻ തരിക. അവർ റിയാക്ടന്റിന്റെ ഏരിയ തരും, അത് കഴിഞ്ഞിട്ട് പ്രൊഡക്റ്റ് സൈഡ് കംപ്ലീറ്റ് ദ ബാലൻസിങ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ചെയ്യണം, ആ രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അറിയാം റിഡോക്സിൽ എന്തൊക്കെ ഉണ്ടാവും? ഓക്സിഡൈസിങ് ഉണ്ടാവും. റിഡോക്സ് എന്താ? ഓക്സിഡേഷനും ഉണ്ടാവും, റിഡക്ഷൻ. അതിന് ഓക്സിഡേഷൻ ഹാഫ് ഉണ്ടാവും, റിഡക്ഷൻ ഹാഫ്. അങ്ങനെ രണ്ടാക്കിയിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നമ്മൾ ഒരെണ്ണം പഠിച്ചു വെക്കണം കാണാതെ. കേട്ടോ ഓർത്ത് വെക്കാം. അത് നിങ്ങളിപ്പോ കാണാതെ പഠിച്ചു വെക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് കുറച്ചും കൂടി ബെറ്റർ വേ. അല്ലെങ്കിൽ എല്ലാം കാണാതെ പഠിക്കേണ്ടി വരും. കേട്ടോ ഓർത്ത് വെക്കാം. അപ്പോ ഓർത്ത് വെക്കുക, ഇതിലൊരു മെത്തേഡ് അല്ലെങ്കിൽ എളുപ്പവഴിക്ക് പഠിക്കുന്ന ഒരു രീതിയാണ് ആദ്യം പറയാൻ പോകുന്നത്. കേട്ടോ ഓർത്ത് വെക്കാം. Cr2O7 എന്ന് പറയുന്ന മോളിക്യൂള് കുറച്ച് കഴിയുമ്പോൾ Cr3+ ആയിട്ട് മാറും. Cr3+ ആയിട്ട് കൺവേർട്ട് ചെയ്യും. കേട്ടോ ഓർത്ത് വെക്കാം. അപ്പൊ ഈ കൺവേർട്ട് ചെയ്യണ സമയത്ത് നമുക്ക് അതിൽ വരുന്ന ചേഞ്ച് ആണ് ആക്ച്വലി വരുന്നത്. കണ്ടോ, ഇത് Cr2O7 2- കുറച്ച് കഴിഞ്ഞപ്പോ Cr3+ലേക്ക് കൺവേർട്ട് ചെയ്ത് വരും. അങ്ങനെ വന്ന സമയത്തുള്ള ചേഞ്ച് നോക്കിയിട്ടാണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 7. അതിന് ഈക്വലന്റ് ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് 7H2O കൊടുക്കുക. ഓക്സിജൻ ഈക്വലന്റ് ആയിട്ട് എത്ര H ഉണ്ട് ഇപ്പൊ? 14. അപ്പൊ അതനുസരിച്ച് ഓർത്തിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കാണാതെ പഠിക്കുക. 14H+. അപ്പോ ക്രോമിയം ഇവിടെ എത്രയുണ്ട്? 2 ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? 2. അപ്പൊ ക്രോമിയം ഓൾറെഡി ബാലൻസ്ഡ് ആയി. H+ കൊടുത്തു. ഇനി നമ്മൾ അവിടെ ഇലക്ട്രോണിന്റെ ബാലൻസിങ് ആണ് അവിടെ കൊടുക്കേണ്ടത്. ഇലക്ട്രോൺ വരുന്നത് 6 ഇലക്ട്രോൺ ആണ് വരുന്നത്. 6 ഇലക്ട്രോൺ. ഈ 6 ഇലക്ട്രോൺ എങ്ങനെയാ വന്നതെന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഇവിടെ X ഇട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2X. ചോദിച്ചോ, ഏതാ? പറഞ്ഞുതരാം, പേടിക്കണ്ട. കേട്ടോ ഓർത്ത് നോക്കാം. 2X പ്ലസ് ഓക്സിജൻ എന്തായിരിക്കും? 7 ഇൻറ്റു എത്ര വരും? അല്ലെ ഓർത്ത് നോക്കാം. -2 അല്ലേ? 7 ഇൻറ്റു -2 അപ്പൊ എത്രയോ? അല്ലെ എത്രയോ? 7 ഇൻറ്റു -2 -14. ഡൗട്ട് ഉണ്ടോ?
ഇനി ഇതിന്റെ ചാർജ് മുകളിൽ -2 ആണ്. അപ്പൊ എന്ത് വരും? 2x പ്ലസ് -14 ഈക്വൽ ടു -2. സോ 2x ഈസ് ഈക്വൽ ടു 14 -2. ഡൗട്ട് ഉണ്ടോ? x ഈസ് ഈക്വൽ ടു 6/2. ആ 12/2. 12/2. അപ്പൊ എത്ര വരും? 6. ഇവിടെ +6 ആണ്. +6ഉം CR തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? എത്രയുണ്ട്? 3 ഡിഫറൻസ് ഉണ്ട്. നമുക്കറിയാം ഇത് +6 ആണ്, ഇത് 3 ആണ് ഡിഫറൻസ് വരുന്നത്. 2 ക്രോമിയം ആവുമ്പോൾ എത്ര ഡിഫറൻസ് വരും? ഇല്ല, ഒരു ഇത് +6ഉം 3ഉം തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? 3. 2 ക്രോമിയം വരുമ്പോൾ എന്ത് വരും? 6 വരും. അങ്ങനെയാണ് 6 ഇലക്ട്രോൺ. ഈ ഇലക്ട്രോൺ കൊടുക്കേണ്ടത് എപ്പോഴും ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ അവിടെയാണ്. അവിടെ ഓർത്ത് വെക്കാം. അപ്പോ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ +6 ആണ്, അവിടെയാണ് ഇലക്ട്രോൺ കൊടുക്കേണ്ടത്. മനസ്സിലായോ? ഓർത്ത് വെക്കാം. കാരണം ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാ? മൈനസ് ആണ്. മൈനസും പ്ലസും കൂടി വന്നാൽ എന്ത് വരും? ഉണ്ടോ? ഓർത്ത് വെക്കാം. അങ്ങനെ അപ്പുറത്ത് വരിക. ഇതാണ് ഓർത്ത് വെക്കേണ്ടത്. അപ്പൊ ഈ ഇക്വേഷൻ ഒന്നല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുന്നത് എങ്ങനെ വന്നു നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവരതൊന്നും കൊടുക്കൂല, ഇത് മാത്രം കാണാതെങ്കിലും പഠിച്ചു വെക്കണം. അപ്പൊ ഇത് എടുത്തിട്ട് നിങ്ങൾ ബോക്സിലാക്കിയതേ, ഒന്നല്ലെങ്കിൽ ഇത് കാണാതെ പഠിക്കണം, അല്ലെങ്കിൽ ഇത് ഏകദേശം ഒരു ഐഡിയ വെക്കുന്നതാണ് ഞാനിപ്പോ ചെയ്തത്. കേട്ടോ? ഓർത്ത് വെക്കാം. ഇവിടെ ഇപ്പൊ ഇലക്ട്രോൺ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ? അപ്പൊ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താ മാറുന്നേ? Cr2O7 2- ചേഞ്ച് ടു Cr3+. ഇവിടെ ഓർത്ത് വെക്കാം. അപ്പൊ ഇന്ന് വരച്ചു വെക്കാം. എന്നിട്ട് ബോക്സിലേക്ക് എടുത്തു വെക്കാം. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻസുകൾ കേട്ടോ ഓർത്ത് നോക്കാം. ഇത് പഠിച്ചിട്ട് ഇതിലേക്ക് ഇയാളെ എങ്ങനെയാ വിളിക്കുന്നത്? ഇത് +6 ആണ്, 3+ ആണ്. അപ്പൊ എന്താ? ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ റിഡക്ഷൻ. റിഡക്ഷന് വരുന്ന ആളെ വിളിക്കുന്ന പേരാണ് ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പൊ ഒരു കോമ്പൗണ്ടിന് റിഡക്ഷൻ വന്നാൽ അയാൾ എന്ത് വിളിക്കും? ഓക്സിഡൈസിങ് ഏജന്റ്. K2Cr2O7 അവരെന്താ? ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ദ കോമ്പൗണ്ട് അണ്ടർഗോ റിഡക്ഷൻ, സോ ഇറ്റ് ആക്ട് ആസ് ആൻ ഓക്സിഡൈസിങ് ഏജന്റ്. കേട്ടോ ഓർത്ത് നോക്കാം. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഓർഗാനിക്കിലൊക്കെ പഠിച്ചില്ലേ? അവിടെയൊക്കെ ഓക്സിഡേഷൻ വരുന്നുണ്ടോ? അതൊക്കെ ഇവിടെയാ നടക്കും. അപ്പൊ അതെങ്ങനെ നടക്കുന്നു? അതാണ് ബാലൻസ് ചെയ്യേണ്ടത്. കേട്ടോ ഓർത്ത് നോക്കാം. അപ്പൊ അതിന്റെ ക്വസ്റ്റൻ ആണ് ഇനി താഴെ എഴുതാൻ പോകുന്നത്. കേട്ടോ? ഈ ബോക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് ചെയ്യുന്നത്. കേട്ടോ ഓർത്ത് അവിടെ നിന്ന് എഴുതി വെച്ചു. ഇൻ അസിഡിക് സൊല്യൂഷൻ ക്വസ്റ്റൻ എഴുതുക. കേട്ടോ? ഈ ക്വസ്റ്റൻ ആണ് എഴുതുന്നത്. ഇൻ അസിഡിക് സൊല്യൂഷൻ അയഡിൻ ഈസ് ലിബറേറ്റഡ് ഫ്രം in acidic solution, iodine is liberated from potassium iodide. In acidic solution, iodine is liberated from potassium iodide in the presence of oxidizing agent K2Cr2O7. In the presence of oxidizing reagent K2Cr2O7. Write balancing equation. Write balancing equation. ഇങ്ങനെയാണ് ചോദ്യം വരിക. ഇവിടെ ഓർത്ത് നോക്കുക. ഇങ്ങനെ ചോദ്യം വന്നാൽ ആദ്യം നിങ്ങൾക്ക് ഈ ബോക്സിലുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതങ്ങ് വരച്ചു നോക്കാം. ഇനി അവർ പറഞ്ഞേക്കുന്നത് എങ്ങനെയാ? അയഡിൻ ഈസ് ലിബറേറ്റഡ് ഫ്രം ലിബറേറ്റഡ് ഫ്രം പൊട്ടാസ്യം അയഡൈഡ്. കണ്ടോ? ഓർത്ത് നോക്കുക. അപ്പൊ പൊട്ടാസ്യം അയഡൈഡിൽ നിന്ന് അയഡിൻ ലിബറേറ്റ് ചെയ്തു. പൊട്ടാസ്യം ഇവിടെ ശ്രദ്ധിച്ചാൽ നമ്മൾ പൊട്ടാസ്യം പോലെ എഴുതാറുണ്ടോ? ഇല്ല. ഇവിടെ നമ്മൾ അയണിക് ഇക്വേഷൻ എഴുതുള്ളൂ. കണ്ടോ? ഓർത്ത് നോക്കുക. ഇവിടെയും K2 ഉണ്ട്. അപ്പൊ പൊട്ടാസ്യം, സോഡിയം അങ്ങനെയൊക്കെയുള്ള എലമെന്റുകൾ ഒന്നും എഴുതൂല നമ്മളിത് അയഡിൻ എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം അയഡൈഡിൽ നിന്ന് ലിബറേറ്റ് ചെയ്തു. Ki അല്ലെ? കെയിൽ നിന്ന് എന്ത് കിട്ടിയെന്ന് പറഞ്ഞേ? അയഡിൻ ഗ്യാസ്. അങ്ങനെയല്ലേ കിട്ടി പറഞ്ഞേക്കുന്നത്? Ki gives I2. ഇനി ശ്രദ്ധിക്കുക, ഈ K നെ അങ്ങോട്ട് തട്ടിക്കളയണം. അപ്പൊ എന്ത് വരും? K+ and I-. അപ്പൊ I- ന്ന് I2 കിട്ടി എന്ന് ബാലൻസ് ചെയ്തേ. അവിടെ 2 അല്ലേ?
ഇവിടെ 2. ഇനി ഇവിടെ -1 ആണ്. ഇവിടെ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? 0. എത്രയാണ് ഡിഫറൻസ്? 1 ആണ്. ഒരു എണ്ണത്തിന് 1 ആണ്, രണ്ടെണ്ണത്തിനാവുമ്പോൾ എന്താ? 2. അപ്പോൾ ഒരു ഐഡിൻ i മൈനസ് 0യിലേക്ക് വരും. ഇനി ഇതിൽ ഏതാണോ ഹയർ വാല്യൂ അവിടെയാണ് ഇലക്ട്രോൺ കൊടുക്കേണ്ടത്. ഇവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം. -1 ആണോ 0 ആണോ വലുത്? 0. അപ്പൊ എവിടെ ഇലക്ട്രോൺ കൊടുക്കണം? ഇവിടെ 2 ഇലക്ട്രോൺ. ഓർത്തോ 2 ഇലക്ട്രോൺ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അയഡിൻ ഈസ് ലിബറേറ്റഡ്, അയഡിൻ ഉണ്ടായി ഫ്രം പൊട്ടാസ്യം അയഡേറ്റ്. കണ്ടോ, Ki ഫ്രം പൊട്ടാസ്യം അയഡേറ്റ്. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ പൊട്ടാസ്യത്തിനെ മാറ്റി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് I മൈനസ്. അവിടെ ഓർത്ത് നോക്കുക, ഇവിടെ I2 അയഡിൻ ഗ്യാസ് എന്ന് പറയുമ്പോൾ I2 എന്ന് എഴുതാൻ പറ്റുള്ളൂ നമുക്ക്. അങ്ങനെ എഴുതി. ഇവിടെ 2 അയഡിൻ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെയും 2 കൊടുത്തു. ഇനി നോക്കിയത് ഇത് -1 ആണ്. ഇവിടെ ലോകത്തിലുള്ള എല്ലാ മോളിക്യൂളും ഈ ഒറ്റയ്ക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിന് 0 എന്നാണ് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് വിളിക്കുന്നത്, 0. അപ്പോൾ ഡിഫറൻസ് നോക്കുമ്പോൾ ഒരെണ്ണത്തിന് ഡിഫറൻസ് 1, രണ്ടെണ്ണത്തിന് 2 ഇലക്ട്രോൺ. ആ 2 ഇലക്ട്രോൺ കൊടുത്തു. ഓക്കെ ആണോ? ഇനി ശ്രദ്ധിക്കുക, ഇതും മാച്ച് ചെയ്താൽ ഒരേ ഇലക്ട്രോൺ ആക്കണം. എന്ത് ചെയ്യണം? ഇവിടെ 2 ഇലക്ട്രോൺ ആണ്, ഇവിടെ 6 ഇലക്ട്രോൺ ആണ്. എന്ത് ചെയ്യണം? ഇതിനെ ഓൾ ഇക്വേഷന് നമുക്ക് എന്ത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും ഒരു ചേഞ്ച് വരില്ല അല്ലെ? നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടില്ലേ? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതി അതിന്റെ ഫ്രണ്ടില് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇക്വേഷന് ചേഞ്ച് വരുമോ? ഇല്ല. അതുപോലെ തന്നെ ഈ ഓൾ ഇക്വേഷനെ നമുക്ക് എന്ത് വെച്ച് വേണമെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? ഇതിന് ഓൾ ഇക്വേഷൻ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം? 3 അല്ലെ? അപ്പൊ ഇൻറ്റു 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് പറ്റും? നോക്കിയേ അല്ലെ? ഓൾ ഇക്വേഷനാ നമ്മൾ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ? ഈ ഹെഡിങ്ങിലേക്ക് വരാൻ വേണ്ടിയിട്ടാ. കേട്ടോ, ഓർത്ത് നോക്കാം. Then എന്ത് വരും? 6i മൈനസ്. കണ്ടോ, ഓർത്ത് നോക്കാം. 6i മൈനസ് ഗീവ്സ് എന്ത് വരും? 3i2 പ്ലസ് 6 ഇലക്ട്രോൺ. കേട്ടോ, ഓർത്ത് നോക്കാം. 6 ഇലക്ട്രോൺ. ഇനി ഫസ്റ്റ് ഇക്വേഷനും ഈ ഇക്വേഷനും കൂടി ചേർത്ത് എഴുതും. അതാണ് ലാസ്റ്റ് ആൻസർ. ഓർത്ത് നോക്കാം. അപ്പൊ ഇത് ഇക്വേഷൻ 1, ഇക്വേഷൻ 2 രണ്ടും കൂടി ആഡ് ചെയ്യും. കണ്ടോ, ഓർത്ത് നോക്കാം. ആഡ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് വരുന്നത് കട്ട് ചെയ്ത് കളയും. ഇത് കണ്ടോ, 6 ഇലക്ട്രോൺ. ചിലതിൽ ഹൈഡ്രജൻ ഒക്കെ കോമൺ ആയിട്ട് വരും, വാട്ടർ ഒക്കെ കോമൺ ആയിട്ട് വരും. അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും. കേട്ടോ, ഓർത്ത് നോക്കാം. ഇതാണ് ലാസ്റ്റ് ആൻസർ. അപ്പോൾ നിങ്ങളുടെ ബുക്കിൽ ഇത് മാത്രം ഉണ്ടാവുള്ളൂ, ലാസ്റ്റത്തെ ആൻസർ മാത്രം ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. കാരണം ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ പഠിച്ചിട്ട് വരണം എന്നാണ്. ഇതാണ് ആൻസർ ഉണ്ടാവുള്ളൂ. കേട്ടോ, ഓർത്ത് നോക്കാം. H പ്ലസ് പ്ലസ് എന്ത് വരും? 6i മൈനസ് ഗീവ്സ് 2Cr3 പ്ലസ് പ്ലസ് 3i2 പ്ലസ് 7H2. ഇതാണ് ലാസ്റ്റത്തെ ആൻസർ. കേട്ടോ, ഓർത്ത് നോക്കാം. വേഗത്തിൽ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ എന്തൊക്കെ ചെയ്തേ? ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2. ഈ ബോക്സിലുള്ള നമ്മൾ ഓൾറെഡി കാണാതെ പഠിച്ചു വെക്കും. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഇതുപോലെ ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് ആഡ് ചെയ്യണം. ഇവിടെ ഓർത്ത് നോക്കാം. അതെ, ഇത് ഓൾറെഡി പഠിച്ചു വെക്കണം. രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും ഇതുപോലെ. കേട്ടോ, ഓർത്ത് നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ എഴുതണം കേട്ടോ. ഇത് എഴുതണം കേട്ടോ. ഇക്വേഷൻ 1, ഇക്വേഷൻ 2 എന്നിട്ട് ഇത്. കേട്ടോ, ഓർത്ത് നോക്കാം. ഈ ഇത്രയും കാണണോട്ടോ, നിങ്ങളുടെ ആൻസർ കീഴില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇത് എവിടെ നിന്ന് വന്നു എന്ന്. ഇത് 6 ഒക്കെ എഴുതുമ്പോൾ എന്തിനാ 6 എവിടുന്ന് ആര് പറഞ്ഞു അല്ലേ? പൊട്ടാസ്യം 6 എന്നൊന്നും പറഞ്ഞിട്ടില്ലോ എന്നൊക്കെ ആലോചിക്കും. കേട്ടോ, അപ്പോ നിങ്ങൾ ആ മെത്തേഡ് കറക്റ്റ് ആക്കിയിട്ട് ഫോളോ ചെയ്യാൻ നോക്കാം. എഴുതിയോ? ഇതുപോലെ ഇതേ ഐഡിയയില് ഇനി പൊട്ടാസ്യം പെർമാംഗനേറ്റ് വേണം. കേട്ടോ, അടുത്ത ഹെഡിങ് എഴുതി കേട്ടോ. പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ബ്രാക്കറ്റില KMnO4, KMnO4, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, KMnO4. ഫസ്റ്റ് ഹെഡിങ് എന്തായിരിക്കും? ഇതേ ഐഡിയയില് പ്രിപ്പറേഷൻ, പിന്നെ എന്തായിരിക്കും? സ്ട്രക്ചർ,
ഓക്സിഡൈസിങ് ആക്ഷൻ കേട്ടോ, ഓർത്ത് നോക്കാം. പ്രിപ്പറേഷൻ ഹെഡിങ് പ്രിപ്പറേഷൻ, ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതാം, പിന്നെ 2 ഇക്വേഷനൊക്കെ ഉള്ള എളുപ്പമാണ് കേട്ടോ, ഓർത്ത് നോക്കാം. എഴുതി വെച്ചു. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഈസ് പ്രിപ്പേർഡ് ബൈ potassium permanganate is prepared by potassium permanganate is prepared by fusion of MnO2 with an alkali metal hydroxide and an oxidizing agent like KNO3, potassium nitrate, oxidizing agent like KNO3. Full stop. This produces the dark green K2MnO4. നമുക്ക് KMnO4 വേണ്ടേ, പക്ഷെ ആദ്യം കിട്ടുന്നത് K2MnO4 ആയിരിക്കും. K2MnO4, which disproportionate in a neutral or acidic solution to give permanganate. Neutral or acidic solution to give permanganate. Neutral or acidic solution to form permanganate. എളുപ്പമുള്ള ഇക്വേഷൻ ആണ്, 2 ഇക്വേഷനേ ഉള്ളൂ, മറ്റേതിനെ പോലെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, ഈസിയാണ്. അപ്പൊ അത് ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അവർ പറയുന്നത് MnO2 അല്ലെ, MnO2 അതിലേക്ക് എന്ത് ഇടണം എന്നാ പറഞ്ഞേക്കുന്നത് നോക്കിയേ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കേട്ടോ, ഓർത്ത് നോക്കാം. പിന്നെ O2 കൊടുക്കണം. ഓക്സിഡൈസിങ് ഏജന്റ് KNO3 അവർ പറയുന്നെങ്കിലും അതിവിടെ കാണിക്കേണ്ട ആവശ്യമില്ല, ഓക്സിഡൈസിങ് ഏജന്റ് എന്നുള്ള രീതിയിൽ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഈ MnO2 ഇത് മാറിയിട്ട് എന്താവും, K2MnO4 ആണ് ഫസ്റ്റ് കിട്ടുക കണ്ടോ, K2MnO4 കിട്ടും. നമുക്ക് വേണ്ടത് KMnO4 ആണ്, പക്ഷെ കിട്ടുന്നത് K2MnO4 പ്ലസ് H2. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ വരുന്നത്. ബാലൻസ് ചെയ്യണ സമയത്ത് കൊടുക്കുന്നുണ്ട്, 2KOH 2Mn, എല്ലാം 2 ആണ്. വാട്ടറും 2H2. ഇത് ബാലൻസിങ് ആയിട്ടുള്ളതാണ് ആദ്യത്തെ പഠിക്കേണ്ടത് ഇവിടെ, ഓർത്ത് നോക്കാം. ഇത് MnO2 മാംഗനീസ് ഓക്സൈഡ്. ഇതിന്റെ പേര് ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടെ ഒന്ന് എഴുതി കേട്ടോ. അതിന്റെ പേരെന്തായിരുന്നു, മറ്റെന്താ, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇത് പൊട്ടാസ്യം മാംഗനേറ്റ് ഇവിടെ, ഓർത്ത് നോക്കാം. പൊട്ടാസ്യം മാംഗനേറ്റ് ഗ്രീൻ കളർ ഒന്ന് എഴുതി, പൊട്ടാസ്യം മാംഗനേറ്റ് ഗ്രീൻ കളർ, പൊട്ടാസ്യം മാംഗനേറ്റ് ഗ്രീൻ കളർ കേട്ടോ. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി ഇതിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിച്ചു കേട്ടോ, MnO4 2 പൊട്ടാസ്യം ഇല്ലേ, ആ പൊട്ടാസ്യം ഒന്ന് റിമൂവ് ചെയ്താൽ എന്ത് കിട്ടും, 2- അയണിക് ഇക്വേഷൻ എഴുതും. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അവർ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ കൊടുക്കുന്ന അയണിക് വലിയ ഇക്വേഷൻ വരും കേട്ടോ, ഓർത്ത് നോക്കാം. അതിലേക്ക് എന്തിടും, അസിഡിക് മീഡിയം ഓർ ന്യൂട്രൽ ആണ്, ഓർത്ത് നോക്കുക. അസിഡിക് മീഡിയം H+ കൊടുക്കും, H+. അങ്ങനെ H+ കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള KMnO4 ആണ്. KMnO4ന് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് MnO4- ഓർത്ത് നോക്കുക. പ്ലസ് വാട്ടർ ഉണ്ടാവും, H2O പ്ലസ് MnO2. ബാലൻസ് ചെയ്യണ സമയത്ത് 2H2O ആണ്, 2MnO4- കിട്ടും, 3MnO2 4+H. ബാലൻസിങ് ഒന്നിലേക്ക് കാണാതെ പഠിക്കുക, അല്ലെങ്കിൽ തനിയെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ക്ലിയർ ചെയ്യാം കേട്ടോ, ഓർത്ത് നോക്കാം. ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം, ഇത് 2- വന്നാൽ ഇതിന്റെ പേരെന്താ,
മാംഗനേറ്റ് കേട്ടോ. ഇതിന്റെ പേര് മാംഗനേറ്റ്. ഇതിന്റെ പേര് എന്തായിരിക്കും? പെർമാംഗനേറ്റ്. വേഗം എഴുതുക കേട്ടോ. മാംഗനേറ്റിന്റെ കളർ എന്തായിരുന്നു? ഗ്രീൻ. ഇതിന്റെ കളറ് പർപ്പിൾ കേട്ടോ. ഓർത്ത് വെക്കാം. ഇതിന്റെ പേര് മാംഗനേറ്റ്. അതാണ് നമുക്ക് ആവശ്യമുള്ള പെർമാംഗനേറ്റ്. പെർമാംഗനേറ്റ് ആണ് ഇത് കേട്ടോ. ഓർത്ത് വെക്കാം. പെർമാംഗനേറ്റ്. പെർമാംഗനേറ്റിന്റെ കളറ് പർപ്പിൾ. ഇതിന്റെ കളറ് ഗ്രീൻ. അത്രയൊന്നും എഴുതണം കേട്ടോ. ഗ്രീൻ ആൻഡ് പർപ്പിൾ എഴുതിയോ? അപ്പോൾ നമുക്ക് ഇത്രയും വരെ നിൽക്കട്ടെ കേട്ടോ പ്രിപ്പറേഷൻ. ഇനി നമുക്ക് ഇതില് 2-3 കാര്യങ്ങൾ കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞ് F ബ്ലോക്ക് ആണ് കേട്ടോ. ഓൾമോസ്റ്റ് അടുത്ത ക്ലാസ്സിൽ തീരും. ഇത് പഠിച്ചിട്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു തുടങ്ങാം കേട്ടോ. ഓർത്ത് നോക്കാം. എങ്കിൽ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉപകാരമാവുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ ഒന്ന് പഠിച്ചിട്ട് വരണം കേട്ടോ. അതിന്റെ പേര്